ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഏണസ്റ്റ് അക്കാഡമി. വളരെ കാലമായിട്ട് എംടെക് ആൻഡ് PhD ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു എക്സാമാണ് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇൻ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജസ്. ഓക്കെ, അന്നേരം ഇപ്പം PSC കുറെ തസ്തികയിലേക്ക് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അന്നേരം അതിന്റെ കൂട്ടത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലേക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ തരാനുള്ള ഒരു PSC യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ഓക്കെ, അന്നേരം വിത്തിൻ 1 to 2 month നമുക്ക് എന്ത് ചെയ്യാം, അസിസ്റ്റന്റ് പ്രൊഫസർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന്റെ നോട്ടിഫിക്കേഷൻ PSC വെബ്സൈറ്റിൽ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അന്നേരം ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനാലിസിസും അതുപോലെ അതിന്റെ സിലബസ് അനാലിസിസും ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ കേരള PSC ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ തന്നത് 2014 December 12 ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് ഇൻ കാറ്റഗറി നമ്പർ 540/2014. ഓക്കെ, അതിന്റെ എക്സാം കണ്ടക്ട് ചെയ്തത് OMR എക്സാം കണ്ടക്ട് ചെയ്തത് 2016 May 6 കട്ട് ഓഫ് മാർക്ക് 20 ആയിരുന്നു. മാക്സിമം മാർക്ക് ഒബ്റ്റെയിൻ ചെയ്തത് 35 ആയിരുന്നു. ഓക്കെ, ഡേറ്റ് ഓഫ് എൻലിസ്റ്റ്മെന്റ് ലിസ്റ്റ് വന്നത് 2019 February 27 ഓക്കെ, അന്നേരം ഇപ്പൊ നോക്കുമ്പോൾ ടോട്ടൽ അഡ്വൈസ് 70 അഡ്വൈസ് നടന്നിട്ടുണ്ട്. ലാസ്റ്റ് അഡ്വൈസ് വന്ന ഡേറ്റ് 2021 October 6 ആണ്. ഓക്കെ, അന്നേരം ഏകദേശം അഡ്വൈസ് കഴിഞ്ഞുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതിന്റെ അടുത്ത നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാം. ഇതിന്റെ പ്രിപ്പറേഷൻ ആഗ്രഹിക്കുന്നവര് അല്ലെങ്കിൽ ഈ എക്സാം എക്സ്പെക്ട് ചെയ്തിരിക്കുന്നവര് പ്രിപ്പറേഷൻ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുക. കാരണം സാധാ കോമൺ ടെക്നിക്കൽ ഇലക്ട്രോണിക്സ് ബേസ്ഡ് എക്സാംസ് നോക്കുമ്പോൾ കുറച്ച് ടഫസ്റ്റ് അതുപോലെ ഹൈ കോമ്പറ്റീഷൻ ഉള്ള ഒരു എക്സാം ആണ് അസിസ്റ്റന്റ് പ്രൊഫസർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. കാരണം വളരെ കാലമായിട്ട് വെയിറ്റ് ചെയ്ത് കുറെ ആൾക്കാർ എംടെക് ആൻഡ് PhD കംപ്ലീറ്റ് ചെയ്തവരൊക്കെ കുറെ കാലമായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ഒരു എക്സാം ആണ് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അന്നേരം ഹൈ കോമ്പറ്റീഷനും അതുപോലെ ഹൈ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യനും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു എക്സാം ആണ് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അന്നേരം ലാസ്റ്റ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കുമ്പോൾ കാണാൻ പറ്റും, അതിൽ മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് എന്തായിരുന്നു, പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതുകൊണ്ടാണ് കട്ട് ഓഫ് മാർക്ക് എന്തായത് 20 മാർക്ക് ആയത്. മാക്സിമം 35 മാർക്ക് വരെ വന്നിട്ടുള്ളൂ. ഓക്കെ, അന്നേരം ഒരു നോർമൽ PSC നോക്കുമ്പോൾ അതിന്റെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് കൺസെപ്ഷ്യൽ ലെവൽ ക്വസ്റ്റ്യൻസും അതുപോലെ ഡീപ് പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസും ടൈം സ്പെൻഡ് ചെയ്ത ക്വസ്റ്റ്യൻസും ആണ് ലാസ്റ്റ് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അന്നേരം ഒരു 75 മിനിറ്റില് ഇങ്ങനെയുള്ള 100 ക്വസ്റ്റ്യൻസ് ഇപ്പൊ നമ്മൾ PSC എക്സാംസിന് ടെക്നിക്കൽ എക്സാംസിന് ജനറൽ നോളജ് പോർഷൻസ് അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. therefore ടെക്നിക്കലും അതുപോലെ ടെക്നിക്കൽ സബ്ജക്റ്റും ടെക്നിക്കൽ മാത്തമാറ്റിക്സും ആയിരിക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് സിലബസിൽ. ഇത് ഡീറ്റെയിൽഡ് സിലബസ് വരുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അന്നേരം നോർമൽ എക്സാംസ് നോക്കുമ്പോൾ കുറച്ച് കോർ ഏരിയസും കോർ സബ്ജക്റ്റും അതിന്റെ ബേസിക് കൺസെപ്ഷൻ വിട്ടിട്ട് കുറച്ച് ഡീപ് കൺസെപ്റ്റും അതുപോലെ പ്രോബ്ലമാറ്റിക് ലെവൽ ക്വസ്റ്റ്യൻസും ആണ് അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാംസിന് ചോദിക്കാറുള്ളത്. കാരണം ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കും, മിനിമം എംടെക് ആയിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അന്നേരം ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് ഇത് കൺഫേം ചെയ്യാൻ പറ്റും. അന്നേരം ഒരു എംടെക് ലെവൽ എക്സാംസ് ആയതുകൊണ്ട് നോർമൽ ഡയറക്റ്റ് സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻസ് ഒഴിവാക്കിയിട്ട് അവർ ഡീപ് കൺസെപ്റ്റും അതുപോലെ പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസും ആയിരിക്കും ചോദിക്കുന്നത്. അന്നേരം ഇത് എക്സ്പെക്ട് ചെയ്യുന്ന സ്റ്റുഡൻസ് ഇപ്പം മുതൽ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. എല്ലാവർക്കും ഒരു വളരെ വലിയൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജസ്. കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷനിലെ സിലബസിലെ ജനറൽ നോളജ് പോർഷൻസ് അവോയ്ഡ് ചെയ്തിട്ട് റിമൈനിങ് പോർഷൻസ് ആണ് നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ 1 അവർ ആഡ് ചെയ്തിരിക്കുന്നത് ടെക്നിക്കൽ മാത്തമാറ്റിക്സ് ആണ്. ടെക്നിക്കൽ മാത്തമാറ്റിക്സിൽ നമ്മൾ ബിടെക്കിൽ നമ്മൾ പഠിച്ച സബ്ജക്ട് ഏരിയസ് വെച്ചിട്ടാണ് അവർ മാത്തമാറ്റിക്സ് പോർഷൻസ് ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, മാത്തമാറ്റിക്സ് മൊഡ്യൂൾ 1 വരുന്ന ഫസ്റ്റ് ടോപ്പിക് മെട്രിക്സ് ആണ്. മെട്രിക്സിൽ നിന്ന് ലാസ്റ്റ് ഇയറിൽ ചോദിച്ചിട്ടുള്ള മാത്തമാറ്റിക്സിൽ നിന്ന് തന്നെ ലാസ്റ്റ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചത്. ടൈം കൺസ്യൂമിങ് ടഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു, ഒരിക്കലും ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് അല്ല ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അന്നേരം മെട്രിക്സിൽ അവർ ആഡ് ചെയ്തിരിക്കുന്നത് റാങ്ക് ഓഫ് മെട്രിക്സ്, കൺസിസ്റ്റൻസി, എയ്ഗൻ വാല്യൂസ്, എയ്ഗൻ വെക്ടേഴ്സ്, അതുപോലെ കെയ്ലി ഹാമിൽട്ടൺ തിയറം, ഡയഗണലൈസേഷൻ ഓഫ് മെട്രിക്സ്, ലീനിയർ ഡിപെൻഡൻസി ആൻഡ് ഇൻഡിപെൻഡൻസി ഓഫ് വെക്ടേഴ്സ് ഒക്കെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അന്നേരം ലാസ്റ്റ് ഇയറിൽ അവർ ചോദിച്ചിട്ടുള്ളത് എയ്ഗൻ വാല്യൂസ് ബേസ് ചെയ്തിട്ട് എയ്ഗൻ വെക്ടറും അതുപോലെ എയ്ഗൻ വെക്ടറിന്റെ ആപ്ലിക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിട്ടുള്ളത്. ഒരു ഇക്വേഷൻ തന്നിട്ട് ഒരു മെട്രിക്സിന്റെ
മെട്രിക്സിന്റെ ഏഗൻ വാല്യൂ യൂസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ തന്നിട്ട് ആ ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് ആ മെട്രിക്സിന്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിട്ടുള്ളത്. അന്നേരം ഏഗൻ വാല്യൂസ് ഓഫ് മെട്രിക്സ് എന്താണ്, ഏഗൻ വെക്ടേഴ്സ് എന്താണ്, അതിന്റെ ആപ്ലിക്കേഷൻസ് എന്താണ്, അതുപോലെ എന്താണ് കെയ്ലി ഹാമിൽട്ടൺ തിയറം, അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുള്ളത്. ഓക്കെ, അന്നേരം ബേസിക് ലെവലിൽ നിന്ന് കുറച്ചുകൂടെ ഡീപ്പ് ആയിട്ടുള്ള ഡീപ്പ് കൺസെപ്റ്റ് ആവശ്യമുണ്ട് ഈ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണമെങ്കിൽ. നെക്സ്റ്റ് ആയിട്ട് ആഡ് ചെയ്തിരിക്കുന്ന പോർഷൻ ആണ് പാർഷ്യൽ ഡിഫറൻസിയേഷൻ. അന്നേരം പാർഷ്യൽ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് നോർമൽ ഡിഫറൻസിയേഷൻ ഒരു ആപ്ലിക്കേഷൻ ആണ്. അതിൽ മെയിൻ ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ഏരിയ ആയിട്ട് നമുക്ക് പറയാനുള്ളത് യൂലേഴ്സ് തിയറം ഫോർ ഹോമോജീനിയസ് ഫംഗ്ഷൻ ആണ് ഏറ്റവും മെയിൻ ആയിട്ട് ചോദിക്കാനുള്ള ഇമ്പോർട്ടന്റ് ഏരിയാസ്. അന്നേരം യൂലേഴ്സ് തിയറം ബേസ് ചെയ്തിട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, അതുപോലെ ജേക്കോബിയൻ മെട്രിക്സ് എന്നിട്ട് അതിന്റെ പ്രോപ്പർട്ടി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ടെയ്ലേഴ്സ് സീരീസ് എക്സ്പാൻഷൻ, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന്റെ മാക്സിമം മിനിമ യൂസിങ് ലഗ്രാഞ്ചസ് മെത്തേഡ്. ഒരു ഫംഗ്ഷനിൽ 2 വേരിയബിൾ തന്നിട്ട് എഫ് ഓഫ് എക്സ് കോമ വൈ തന്നിട്ട് അതിന്റെ മാക്സിമം മിനിമം വാല്യൂ അല്ലെങ്കിൽ അതിന്റെ കണ്ടീഷൻ ഫോർ മാക്സിമം ആൻഡ് മിനിമ ബേസ്ഡ് ഓൺ ലഗ്രാഞ്ചസ് മെത്തേഡ്, ഇതൊക്കെ ആയിരിക്കും ഈ ഏരിയയിൽ ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ഏരിയാസ്. നെക്സ്റ്റ് അവർ ആഡ് ചെയ്തിരിക്കുന്ന പോർഷൻ വെക്ടർ ഡിഫറൻസിയേഷൻ ആണ്. വെക്ടർ ഡിഫറൻസിയേഷൻ നമുക്കറിയാം 2 ക്വാണ്ടിറ്റീസ് ഉണ്ട്, സ്കാലാർ ആൻഡ് വെക്ടർ ഫംഗ്ഷൻ. അന്നേരം ഒരു വെക്ടർ ക്വാണ്ടിറ്റിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അതിന്റെ സ്കാലാർ പൊട്ടൻഷ്യൽ, അതുപോലെ ഗ്രേഡിയന്റ്, അതുപോലെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ്, കേൾ ഓഫ് എ വെക്ടർ. ഒരു വെക്ടർ ഇറോട്ടേഷണൽ ആയിരിക്കണമെങ്കിൽ അതിന്റെ കണ്ടീഷൻ എന്തായിരിക്കും, ഒരു വെക്ടർ സോളിനോയിഡൽ ആണെങ്കിൽ അതിന്റെ കണ്ടീഷൻ എന്തായിരിക്കും, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ തന്നിട്ട് അത് ഇറോട്ടേഷണൽ ആണെങ്കിൽ ഏതെങ്കിലും കോൺസ്റ്റന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഒരു വെക്ടർ തന്നിട്ട് അത് ഇറോട്ടേഷൻ ആണോ അതോ സോളിനോയിഡ് ആണോ എന്ന് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, നമുക്കറിയാം ഒരു വെക്ടർ ഇറോട്ടേഷൻ ആണെങ്കിൽ കേൾ ഓഫ് വെക്ടർ 0 ആയിരിക്കും. ഒരു വെക്ടർ സോളിനോയിഡൽ ആണെങ്കിൽ ഡൈവേർജന്റ് അല്ലെങ്കിൽ ഗ്രേഡിയന്റ് എന്തായിരിക്കും, 0 ആയിരിക്കും. അതായത് ഇത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വെക്ടർ ഡിഫറൻസിയേഷനിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ് അവർ ആഡ് ചെയ്തിരിക്കുന്ന പോർഷൻ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്കറിയാം ഒരു ടൈം ഡൊമൈൻ സിഗ്നൽസിന്റെ ഫ്രീക്വൻസി സ്പെക്ട്രം കിട്ടണമെങ്കിൽ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ആണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും, ലാപ്ലേസ് ട്രാൻസ്ഫോം യൂസ് ചെയ്യും. ഓക്കെ, അന്നേരം ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മൾ സിഗ്നൽസ് സിസ്റ്റത്തിൽ പഠിച്ചിട്ടുണ്ട്, മാത്തമാറ്റിക്സിലും പഠിച്ചിട്ടുണ്ട്. അതിന് മാത്തമാറ്റിക്സിൽ പഠിക്കുമ്പോൾ നമ്മൾ ഒരു ജനറൽ സിഗ്നൽസ് ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ തന്നിട്ട് അതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്തായിരിക്കും, അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ബൈ ടൈം അല്ലെങ്കിൽ ഡിവിഷൻ ബൈ ടൈം ആകുമ്പോൾ അതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്തായിട്ട് മാറും. ഓക്കെ, അത്രയും ക്വസ്റ്റ്യൻസ് ആയിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ മാക്സിമം കൺവല്യൂഷൻ തിയറം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ലാസ്റ്റ് ഇയറിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഫംഗ്ഷൻ തന്നിട്ട് അതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം യൂസിങ് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട്. അന്നേരം എല്ലാ പ്രോപ്പർട്ടീസും ഇമ്പോർട്ടന്റ് ആണ് ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ. കാരണം പ്രോപ്പർട്ടീസ് നല്ല ബേസിൽ പഠിച്ചാൽ മാത്രമേ അതിന്റെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഫംഗ്ഷൻ തന്നാൽ അല്ലെങ്കിൽ ഒരു ടഫ് ക്വസ്റ്റ്യൻ തന്നാൽ ഡയറക്റ്റ് ഇക്വേഷൻ ബേസ് യൂസ് ചെയ്യാണ്ട് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് അവർ ആഡ് ചെയ്തിരിക്കുന്ന പോർഷൻ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ മെയിൻ ആയിട്ട് അവർ തന്നിരിക്കുന്നത് ഫസ്റ്റ് ഓർഡറും അതുപോലെ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. ബൈ യൂസിങ് ലീനിയർ മെത്തേഡ് അല്ലെങ്കിൽ വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ അതിന്റെ ഇന്റഗ്രേഷൻ ഫാക്ടർ കണ്ടുപിടിക്കാൻ, ഓക്കെ, അല്ലെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ട് ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ. ഓക്കെ, ലാപ്ലേസ് ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ട് നമ്മൾ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്തതിന് ശേഷം ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഈ ഏരിയയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ആഡ് ചെയ്തിരിക്കുന്ന പോർഷൻ കോംപ്ലക്സ് അനാലിസിസ് ആണ്. കോംപ്ലക്സ് അനാലിസിസിൽ മെയിൻലി ലാസ്റ്റ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇസഡ് പ്ലെയിനിൽ നിന്ന് ഡബ്ല്യു പ്ലെയിനിലോട്ട് നമ്മൾ മാപ്പ് ചെയ്യും, അതുപോലെ ഡബ്ല്യു പ്ലെയിനിൽ നിന്ന് ഇസഡ് പ്ലെയിനിലോട്ട് നമ്മൾ കൺഫോർമൽ മാപ്പ് ചെയ്യും. അതായത് ആ കൺഫോർമൽ മാപ്പിംഗ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ബൈലീനിയർ ട്രാൻസ്ഫോർമേഷനിൽ ലാസ്റ്റ് ഇയറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതുപോലെ ഇവിടുന്ന് കോഷ്യസ് ഇന്റഗ്രൽ തിയറം ബേസ് ചെയ്തിട്ട് ഒരു ഫംഗ്ഷൻ ഇസഡ് തന്നാല്, ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ തന്നാല് അതിന്റെ ഇന്റഗ്രേഷൻ അത് കോഷീസ് ഇന്റഗ്രൽ തിയറം യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ റെസിഡ്യൂ തിയറം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഒരു ഫംഗ്ഷൻ തന്നാൽ അതിന്റെ ഇന്റഗ്രേഷൻ ഈക്വൽ ടു 2πi ഇൻറ്റു
സം ഓഫ് റെസിഡ്യൂസ് ആണ്. അന്നേരം ആ ഇക്വേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് ആഡ് ചെയ്തിരിക്കുന്ന പോർഷൻ ഫോറിയർ സീരീസ് ആണ്. ഫോറിയർ സീരീസ് നമുക്കറിയാം എന്താണെന്ന്. ഒരു ഫംഗ്ഷനെ ട്രിഗണോമെട്രിക് ടേംസിന്റെ അല്ലെങ്കിൽ സൈനിന്റെയും കോസിന്റെയും ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതുന്ന പ്രോസസ് ആണെന്ത്, ഫോറിയർ സീരീസ്. അന്നേരം നമുക്ക് ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽസിനെ നമുക്ക് ഏത് ഫോമിൽ എഴുതാൻ പറ്റും? ലീനിയർ കോമ്പിനേഷൻ ഓഫ് സൈൻ ആൻഡ് കൊസൈൻ സിഗ്നൽസ് ആയിട്ട് എഴുതാൻ പറ്റും, അല്ലെങ്കിൽ ലീനിയർ കോമ്പിനേഷൻ ഓഫ് പീരിയോഡിക് സിമ്പിൾസ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അന്നേരം ഇവിടെ ചോദിക്കുന്നത് ഫുൾ റേഞ്ച് സൈൻ ഓർ കൊസൈൻ സീരീസ്, അല്ലെങ്കിൽ ഹാഫ് റേഞ്ച് സൈൻ ഓർ കൊസൈൻ സീരീസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഫോറിയർ സീരീസ് കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. ലാസ്റ്റ് ഇയറിൽ ബേസിക് സിവിലിൽ നിന്നും ബേസിക് മെക്കാനിക്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അന്നേരം ഇത് ഇലക്ട്രോണിക് സ്റ്റുഡൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ നോൺ ടെക്നിക്കൽ സബ്ജക്റ്റ് ആണ്. പക്ഷെ 5 to 5 മിനിമം സിവിലിൽ നിന്ന് 5ഉം മെക്കാനിക്കലിൽ നിന്ന് 5ഉം. സോ ടോട്ടൽ 10 മാർക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ഏരിയ ആണ് ബേസിക് സിവിൽ എഞ്ചിനീയറിംഗും അതുപോലെ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും. ഇതിന് ക്വസ്റ്റ്യൻസ് മെയിൻ ആയിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് മെക്കാനിക്സിലും അതുപോലെ മെറ്റീരിയൽസിന്റെ പ്രോപ്പർട്ടീസും ബിൽഡിംഗ് മെറ്റീരിയൽസിന്റെ പ്രോപ്പർട്ടീസും അതുപോലെ സർവേയിങ്ങും ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. മാക്സിമം തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ പോർഷനിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. ബേസിക് മെക്കാനിക്കലിൽ അവർ ആഡ് ചെയ്തിരിക്കുന്ന പോർഷൻ CI ആൻഡ് SI എഞ്ചിൻസ് ആണ് ഏറ്റവും മെയിൻ ഏരിയസ് ആയിട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ പവർ പ്ലാന്റ്സ്, ഹൈഡ്രോളിക് ടർബൈൻസ്, മെക്കാനിക്കൽ പവർ ട്രാൻസ്മിഷൻ സിസ്റ്റംസ്, അതിലെ ഓരോ കമ്പോണൻസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ കോണിക് സെക്ഷൻസ് ആൻഡ് മിസലേനിയസ് കർവ്സ് എന്ന ഗ്രാഫിക്സ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഗ്രാഫിക്സിലെ ഡിഫറെന്റ് സെക്ഷൻസിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ, അതിന്റെ പെർസ്പെക്റ്റീവ് ആൻഡ് ഐസോമെട്രിക് പ്രൊജക്ഷൻസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. കമ്മിങ് ടു ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ബേസിക്കലി നമുക്കറിയാം ബേസിക് ഇലക്ട്രിക്കൽ തിയറംസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇവിടുന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് അവർ ആഡ് ചെയ്തിരിക്കുന്നത് ഓംസ് ലോയും കിർച്ചോഫ് ലോസും ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ഓംസ് ലോയും കിർച്ചോഫ് ലോയും ലീനിയർ നെറ്റ്വർക്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന തിയറംസ് ആണ്. കിർച്ചോഫിന്റെ വോൾട്ടേജ് ലോയും അതുപോലെ കറണ്ട് ലോയും. ഓക്കെ, അന്നേരം അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു സർക്യൂട്ട് തന്നിട്ട് ഏതെങ്കിലും ഒരു ബ്രാഞ്ചിലെ വോൾട്ടേജോ അല്ലെങ്കിൽ കറണ്ട് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ പവർ ഡ്രോപ്പ് അല്ലെങ്കിൽ വോൾട്ടേജ് ഡ്രോപ്പ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. നെക്സ്റ്റ് മാഗ്നറ്റിക് സർക്യൂട്ടിൽ അവർ ആഡ് ചെയ്തിരിക്കുന്നത് ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് എ മാഗ്നറ്റിക് സർക്യൂട്ട് ലൈക്ക് MMF, മാഗ്നറ്റിക് മോട്ടീവ് ഫോഴ്സ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ, അതുപോലെ ഫീൽഡ് സ്ട്രെങ്ത്, ഫ്ലെക്സ് ഡെൻസിറ്റി, റിലക്റ്റൻസ് ഓഫ് എ കോയിൽ, അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണ്, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡ്യൂസ്ഡ് EMFന്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ്, അതുപോലെ ഫാരഡേസ് ലോ, ലെൻസസ് ലോ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതിനെ ബേസ് ചെയ്തിട്ട് കറണ്ടിന്റെ അല്ലെങ്കിൽ ഫോഴ്സിന്റെ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് അവര് പ്രിൻസിപ്പിൾ ഓഫ് ജനറേഷൻ ഓഫ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ നമ്മൾ ജനറേറ്റ് ചെയ്യുമ്പോൾ അത് സൈനുസോഡൽ ഫോമിലായിരിക്കും. ആ സൈനുസോഡൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ ഡിഫറെന്റ് പാരാമീറ്റേഴ്സ് ലൈക്ക് ഫ്രീക്വൻസി, ടൈം പീരീഡ്, മാക്സിമം പീക്ക് വാല്യൂ, RMS ആൻഡ് ആവറേജ് വാല്യൂ, ഫോം ഫാക്ടർ, അതുപോലെ RMS വാല്യൂ, പീക്ക് ഫാക്ടർ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, അന്നേരം ഒരു വേവ് ഫോം തന്നിട്ട് അതിന്റെ ഡിഫറെന്റ് മാത്തമാറ്റിക്കൽ പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് ജനറേഷൻ ഓഫ് 3 phase AC സിസ്റ്റത്തിൽ ചോദിക്കാനുള്ള എക്സ്പെക്ട് ചെയ്യുന്ന മെയിൻ ഏരിയസ് എന്ന് പറഞ്ഞാല് സ്റ്റാർ ഡെൽറ്റ കണക്ഷൻസും അതിന്റെ ഇന്റർ റിലേഷനും, അതുപോലെ ഒരു സ്റ്റാർ കണക്ഷനിൽ നിന്ന് ഡെൽറ്റയിലോട്ട് എങ്ങനെ നമുക്ക് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡെൽറ്റ ടു സ്റ്റാർ കൺവേർഷൻ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് 3 phase AC ജനറേഷൻ സിസ്റ്റത്തിൽ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ഓഫ് DC മോട്ടോർ ആൻഡ് ജനറേറ്ററിൽ നമ്മൾ മെയിൻലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് DC മോട്ടറിന്റെ ഇക്വേഷൻസ്, ജനറേറ്ററിന്റെ പവർ ഇക്വേഷൻ അല്ലെങ്കിൽ വോൾട്ടേജ് റേഷ്യോ, ഓക്കെ, അല്ലെങ്കിൽ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോർമർ അല്ലെങ്കിൽ 3 phase ഇൻഡക്ഷൻ മോട്ടോറിന്റെ പവർ, അതിന്റെ പവർ ഫാക്ടർ അല്ലെങ്കിൽ അതിന്റെ പവർ ലോസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. Now coming to basic electronic core subject, basic electronics engineering. ഇത് basic electronics engineering ഫസ്റ്റ് അവർ ആഡ് ചെയ്തിരിക്കുന്ന പോർഷൻ ഇലക്ട്രോണിക് ഡിവൈസസ് ആണ്. ഇലക്ട്രോണിക് ഡിവൈസിൽ അവർ ആഡ് ചെയ്തിരിക്കുന്നത് ഏതൊക്കെയാണ്? വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് PN ജംഗ്ഷൻ എന്ന് പറഞ്ഞാല് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് നോർമൽ PN ജംഗ്ഷൻ ഡയോഡ് ആണ്. ഡയോഡിന്റെ ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ ഡോപ്പിംഗ് പ്രൊഫൈല് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ,
ഡിപ്ലീഷൻ റീജിയന്റെ ഇക്വേഷൻസ്. അന്നേരം മെയിൻലി വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് പി എൻ ജംഗ്ഷനിൽ പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ലാസ്റ്റ് ഇയറിലും അവരെ ഡോപ്പിംഗ്സ് തന്നിട്ട് പി എൻ ജംഗ്ഷനിൽ പി സൈഡിലും എൻ സൈഡിലും ഡോപ്പിംഗ്സ് തന്നിട്ടുള്ള പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിട്ടുള്ളത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അല്ല, കുറച്ച് ഡീപ്പ് കൺസെപ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെനർ ഡയോഡ് ആണ്. ഒരു റിവേഴ്സ് ബയാസ്ഡ് വോൾട്ടേജ് റെഗുലേറ്റർ ഡയോഡാണ് സെനർ ഡയോഡ്. അന്നേരം സെനർ ഡയോഡ് ഒരു സർക്യൂട്ടിൽ തന്നിട്ട് ഒരു പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത്. മിനിമം സെനർ ഡയോഡ് കറണ്ട് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ സെനർ ഡയോഡിന്റെ വോൾട്ടേജ് റേറ്റിംഗ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഒരു സർക്യൂട്ടിന് ഔട്ട്പുട്ടിൽ അക്രോസ് പാരലായിട്ട് ഒരു സെനർ ഡയോഡ് തന്നൊരു സർക്യൂട്ട് തന്നിട്ട് ആ സർക്യൂട്ടിൽ ഏതെങ്കിലും പാരാമീറ്റേഴ്സ് കറണ്ടോ അല്ലെങ്കിൽ ലോഡ് കറണ്ടോ ഇൻപുട്ട് കറണ്ടോ അല്ലെങ്കിൽ ലോഡ് വോൾട്ടേജോ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. നെക്സ്റ്റ് ഇവിടെ BJT ആഡ് ചെയ്തിട്ടുണ്ട്, ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ, NPN ആൻഡ് PNP ട്രാൻസിസ്റ്റർ. അന്നേരം ട്രാൻസിസ്റ്ററിന്റെ ഡിഫറെന്റ് പ്രോപ്പർട്ടീസ്, അതിന്റെ കറണ്ട് ഇക്വേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഡിഫറെന്റ് കോൺഫിഗറേഷൻ ലൈക്ക് കോമൺ എമിറ്റർ, കോമൺ ബേസ്, കോമൺ കളക്ടർ, ആ 3 ആപ്ലിക്കേഷനിലും എന്തായിരിക്കും യൂസ് ചെയ്യുന്നത്, ഏത് ആപ്ലിക്കേഷനിലായിരിക്കും യൂസ് ചെയ്യുന്നത്. അതുപോലെ ഒരു സർക്യൂട്ട് തന്നിട്ട് അവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പോ അല്ലെങ്കിൽ ഏത് റീജിയൻ ഓഫ് ഓപ്പറേഷനിലാണ് ആ സർക്യൂട്ടിൽ ട്രാൻസിസ്റ്റർ ഓപ്പറേറ്റ് ചെയ്യുന്നത്, ലൈക്ക് ലീനിയർ റീജിയനിലാണോ അതോ കട്ട് ഓഫ് റീജിയനിലാണോ അതോ സാച്ചുറേഷൻ റീജിയനിലാണോ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ലെങ്കിൽ BJTയുടെ സ്വിച്ചിങ് ആപ്ലിക്കേഷൻ നമുക്കറിയാം, BJT സ്വിച്ച് ആയിട്ടും അതുപോലെ ആംപ്ലിഫയർ ആയിട്ടും യൂസ് ചെയ്യും. അന്നേരം ആ ആപ്ലിക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാം. നെക്സ്റ്റ് അവർ ആഡ് ചെയ്തിരിക്കുന്നത് സിസ്റ്റംസ് ആൻഡ് റെക്ടിഫയേഴ്സ് ആണ്. റെക്ടിഫയേഴ്സിൽ ഹാഫ് വേവും ഫുൾ വേവ് വിത്ത് സെന്റർ ടാപ്പും അതുപോലെ ബ്രിഡ്ജ് റെക്ടിഫയേഴ്സും ആഡ് ചെയ്തിട്ടുണ്ട്. അന്നേരം മെയിൻലി റെക്ടിഫയേഴ്സ് എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഒരു റെക്ടിഫയറിന്റെ ആ ഔട്ട്പുട്ടിന്റെ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഫ്രീക്വൻസി ഇൻപുട്ട് ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ, ഔട്ട്പുട്ടിലുള്ള റിപ്പിൾ ഫാക്ടർ അല്ലെങ്കിൽ എഫിഷ്യൻസി ഓഫ് ദ റെക്ടിഫയർ, അല്ലെങ്കിൽ ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടർ. അന്നേരം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും റെക്ടിഫയേഴ്സ് എന്ന് അവർ ചോദിക്കാറുള്ളത്. ഓക്കെ, ഇനി റെക്ടിഫയേഴ്സിന്റെ കൂടെ നമ്മൾ ഔട്ട്പുട്ട് റിപ്പിൾസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തിനെ ആഡ് ചെയ്യാറുണ്ട്? ഫിൽറ്റേഴ്സിനെ ആഡ് ചെയ്യാറുണ്ട്. അന്നേരം ഇവിടെ സിലബസിൽ ആഡ് ചെയ്തിരിക്കുന്ന ഫിൽറ്റേഴ്സ് കപ്പാസിറ്റേഴ്സ് ആൻഡ് ഇൻഡക്റ്റീവ് ഫിൽറ്റേഴ്സ് ആണ്. അന്നേരം ഇവിടുത്തെ ഫിൽറ്ററിന്റെ ഇക്വേഷൻ, ഫിൽറ്ററിന്റെ ഔട്ട്പുട്ട് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ, അല്ലെങ്കിൽ ഫിൽറ്ററിലുള്ള ഫിൽറ്ററിംഗ് കേപ്പബിലിറ്റി, അതിന്റെ ഔട്ട്പുട്ട് വേവ് ഫോം എന്തായിരിക്കും, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഫിൽറ്റേഴ്സിന് എക്സ്പെക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് പോർഷൻ ആംപ്ലിഫയേഴ്സ് ആൻഡ് ഓസിലേറ്റേഴ്സ് ആണ്. ആംപ്ലിഫയേഴ്സിൽ ഏറ്റവും മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് RC കപ്പിൾഡ് ആംപ്ലിഫയർ ആണ്. റെസിസ്റ്റർ കപ്പാസിറ്റൻസ് യൂസ് ചെയ്തിട്ടുള്ള RC കപ്പിൾഡ് ആംപ്ലിഫയർ, അതിന്റെ ഡിഫറെന്റ് കണക്ഷൻസ്, ഓരോ കപ്പാസിറ്ററിന്റെയും ബൈപ്പാസ് കപ്പാസിറ്ററിന്റെയും അതുപോലെ കപ്ലിംഗ് കപ്പാസിറ്ററിന്റെയും ആപ്ലിക്കേഷൻ എന്താണ്, അവിടെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ RC കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് വേവ് ഫോം അല്ലെങ്കിൽ ഫ്രീക്വൻസി റെസ്പോൺസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഗെയിന്റെ ഇക്വേഷൻ അല്ലെങ്കിൽ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് ഗെയിൻ എങ്ങനെയായിരിക്കും വേരി ചെയ്യുന്നത്, ഡിഫറെന്റ് RC കപ്പിൾഡ് ആംപ്ലിഫയർ കാസ്കേഡ് ചെയ്താൽ ഗെയിൻ എന്തായിട്ട് മാറും, ബാൻഡ് വിഡ്ത്ത് എന്തായിട്ട് മാറും, അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി ഓസിലേറ്ററിൽ അവർ ആഡ് ചെയ്തിരിക്കുന്നത് വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ ആണ്, സൈനുസോഡൽ ഓസിലേറ്റർ ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ ബൈ യൂസിങ് ട്രാൻസിസ്റ്റർ ആയിരിക്കും ഈ പോർഷനിൽ നിന്ന് അവർ ചോദിക്കുന്നത്. നമുക്ക് വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ നമുക്ക് ഓപ്പാമ്പ് യൂസ് ചെയ്തിട്ടും ഡിസൈൻ ചെയ്യാം, അതുപോലെ ട്രാൻസിസ്റ്റർ യൂസ് ചെയ്തിട്ടും ഡിസൈൻ ചെയ്യാം. അന്നേരം വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്ററിൽ നിന്ന് മെയിൻലി ചോദിക്കുന്നത് ഓസിലേറ്ററിന്റെ ഔട്ട്പുട്ട് ഫ്രീക്വൻസി എന്തായിരിക്കും, ഗെയിന്റെയും ബാൻഡ് വിഡ്ത്തിന്റെയും വാല്യൂ എന്തായിരിക്കും, അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഓപ്പറേഷൻ ആംപ്ലിഫയറിന്റെ ബേസിക്സ്, ഇൻവേർട്ടിംഗ് നോൺ ഇൻവേർട്ടിംഗ് ഓപ്പറേഷൻ ആംപ്ലിഫയറിന്റെ ബേസിക്സ്, അതിന്റെ വർക്കിംഗ്, ഡിഫറെന്റ് സർക്യൂട്ടിൽ ഓപ്പറേഷൻ ആംപ്ലിഫയർ എങ്ങനെ യൂസ് ചെയ്യാം, ലൈക്ക് ലോഗരിതമിക് ആംപ്ലിഫയർ, ഡിഫറൻഷിയേറ്റർ, ഇന്റഗ്രേറ്ററിലൊക്കെ ഓപ്പറേഷൻ ആംപ്ലിഫയറിന്റെ സർക്യൂട്ട് എന്തായിരിക്കും, അതിന്റെ ഗെയിൻ ഇക്വേഷൻ എന്തായിരിക്കും, ഇൻവേർട്ടിംഗിലും നോൺ ഇൻവേർട്ടിംഗിലും ഗെയിന്റെ ഇക്വേഷൻ എന്തായിരിക്കും, അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ ആംപ്ലിഫയറിന്റെ സർക്യൂട്ട് തന്നിട്ട് അതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻപുട്ട് കറണ്ടോ അല്ലെങ്കിൽ ഫീഡ്ബാക്ക് സർക്യൂട്ടിലെ കറണ്ടോ ചോദിക്കാനുള്ള പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. നെക്സ്റ്റ് കമ്മ്യൂണിക്കേഷനിൽ അവർ ആഡ് ചെയ്തിരിക്കുന്നത് ബേസിക് നീഡ് ഫോർ മോഡുലേഷൻ. നമ്മൾ ആന്റിന ഹൈറ്റ് റെഡ്യൂസ് ചെയ്യാനാണ് മെയിൻലി നമ്മൾ മോഡുലേഷൻ യൂസ് ചെയ്യുന്നത്. അന്നേരം മെയിൻ നീഡ് ഫോർ മോഡുലേഷൻ എന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇനി നെക്സ്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ആൻഡ് ഫ്രീക്വൻസി മോഡുലേഷൻ. ഓക്കെ, ലാസ്റ്റ് ഇയറിൽ കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിൽ നിന്ന് ഒരു ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റ് ചെയ്തൊരു വേവിന്റെ
മോഡുലേഷൻ ഇൻഡെക്സും പവറുമായിട്ടുള്ള റിലേഷൻ, അതുപോലെ മോഡുലേഷൻ ഇൻഡെക്സും കറണ്ടുമായിട്ടുള്ള ഇക്വേഷൻ, അതൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ലാസ്റ്റ് ഇയറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അന്നേരം അതുപോലെ ബാൻഡ് വിഡ്ത്ത് ഓഫ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, പവർ ഇക്വേഷൻ, നമ്മൾ ഒരു സിംഗിൾ ട്യൂൺ മോഡുലേഷന് പകരം മൾട്ടി ട്യൂൺ മോഡുലേഷൻ യൂസ് ചെയ്താൽ എഫക്റ്റീവ് മോഡുലേഷൻ ഇൻഡെക്സ് എന്തായിരിക്കും, എഫക്റ്റീവ് പവർ എന്തായിരിക്കും, അത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് ആണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ഇന്ന് ലാസ്റ്റ് ഇയറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫ്രീക്വൻസി മോഡുലേഷൻ ആണ്. നാരോ ബാൻഡ് ആൻഡ് വൈഡ് ബാൻഡ് ഫ്രീക്വൻസി മോഡുലേഷൻ ഉണ്ട്. അവിടെ മെയിൻലി ചോദിക്കുന്നത് ഒരു ഫ്രീക്വൻസി മോഡുലേഷനിലെ ബാൻഡ് വിഡ്ത്തിന്റെ ഇക്വേഷൻ, അതുപോലെ ഫ്രീക്വൻസി സെൻസിറ്റിവിറ്റിയുടെ ഇക്വേഷൻ, ഫ്രീക്വൻസി ഡീവിയേഷന്റെ ഇക്വേഷൻ, അല്ലെങ്കിൽ ഒരു വേവ് ഫോം തന്നിട്ട് അത് ഏത് മോഡുലേഷൻ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ, ഒരു മോഡുലേറ്റഡ് വേവിന്റെ ഇക്വേഷൻ തന്നിട്ട് അതിൽ നിന്ന് ഡിഫറെന്റ് കമ്പോണന്റ് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ഒരു മോഡുലേറ്റഡ് വേവിന്റെ ഫ്രീക്വൻസി മോഡുലേറ്റഡ് വേവിന്റെ ഇക്വേഷൻ തന്നിട്ട് ആ ഇക്വേഷനിൽ നിന്ന് അതിന്റെ ബാൻഡ് വിഡ്ത്ത് ഓഫ് ദ ഫ്രീക്വൻസി മോഡുലേറ്റഡ് വേവ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസും ഈ ഏരിയയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് മെഷർമെന്റ്സിൽ ആഡ് ചെയ്തിരിക്കുന്നത് CROയുടെയും മൾട്ടിമീറ്ററിന്റെയും വർക്കിംഗ് ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഈ പോർഷനിൽ നിന്ന് ചോദിക്കുന്നത്. CRO എന്നൊരു ക്വസ്റ്റ്യൻ ലാസ്റ്റ് ഇയറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡയറക്റ്റ് സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ബേസിക് കമ്പ്യൂട്ടർ സയൻസിൽ നിന്ന് അവർ ആഡ് ചെയ്തിട്ടുള്ള പോർഷൻസ് ബേസിക്സ് ഓഫ് പ്രോഗ്രാമിങ്ങും, അതുപോലെ ഡിഫറെന്റ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റംസും, അതുപോലെ കൺട്രോൾ സ്ട്രക്ചേഴ്സും ഡിഫറെന്റ് ഫങ്ഷൻസും. ഓക്കെ, അന്നേരം ബേസിക് സി പ്രോഗ്രാമിംഗിൽ യൂസ് ചെയ്യുന്ന കൺട്രോൾ സ്ട്രക്ചേഴ്സ് എന്താണ്, ഫങ്ഷൻസ് ഏതൊക്കെ ഫങ്ഷൻസ് ഉണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള സിമ്പിൾ പ്രോഗ്രാമിംഗ് ബേസിക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അല്ലെങ്കിൽ ഒരു സി പ്രോഗ്രാമിംഗ് തന്നിട്ട് അതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, അല്ലെങ്കിൽ ഒരു സി കൺസെപ്റ്റ് അല്ലെങ്കിൽ അൽഗോരിതം തന്നിട്ട് ആ അൽഗോരിതത്തിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ലാസ്റ്റ് ഇയറിൽ ചോദിച്ചിട്ടുള്ളത്. ഈ വർഷം സെയിം മോഡൽ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. നെക്സ്റ്റ് മൂവ് ഓൺ ടു നെറ്റ്വർക്ക് ആൻഡ് ഡിവൈസസ്. നെറ്റ്വർക്കിൽ ബേസിക് നെറ്റ്വർക്ക് തിയറിയിൽ അല്ലെങ്കിൽ സർക്യൂട്ട് തിയറത്തിൽ നമ്മൾ ബേസിക്കലി കോമൺലി എല്ലാ ടെക്നിക്കൽ എക്സാംസിലും തിയറംസ് ബേസ് ചെയ്തിട്ടുള്ള സൂപ്പർ പൊസിഷൻ ആണെങ്കിലും തെവിനിൻസ് ആണെങ്കിലും നോട്ടോൺസ് അല്ലെങ്കിൽ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാറുണ്ട്. തെവിനിൻസിൽ നിന്നും നോട്ടോൺസിൽ നിന്നും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ലാസ്റ്റ് ഇയറിൽ ചോദിച്ചിട്ടുള്ളത്. നോട്ടോൺസിൽ നിന്ന് ഒരു നോട്ടോൺ ഈക്വലന്റ് സർക്യൂട്ട് എന്താണെന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഒരു കറണ്ട് എലമെന്റ് അല്ലെങ്കിൽ ഒരു കറണ്ട് സോഴ്സ് ഇൻ പാരൽ വിത്ത് റെസിസ്റ്റൻസ് ആണെന്ത് നോട്ടോൺസ് ഈക്വലന്റ് എന്ന് പറഞ്ഞാൽ ഏതൊരു ലീനിയർ ലാർജ് നെറ്റ്വർക്കിനെ നമുക്ക് തെവിനിൻസ് ആൻഡ് നോട്ടോൺസ് ഈക്വലന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അന്നേരം ആ ഈക്വലന്റ് സർക്യൂട്ട് ബേസ് ചെയ്തിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ തെവിനിൻസ് വോൾട്ടേജ് അല്ലെങ്കിൽ നോട്ടോൺ കറണ്ട് അല്ലെങ്കിൽ ഒരു സർക്യൂട്ടിലെ തെവിനിൻസ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ നോട്ടോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കാറുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ സൂപ്പർ പൊസിഷൻ തിയറം ബേസ് ചെയ്തിട്ട് മോർ ദാൻ വൺ സോഴ്സ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പാസീവ് റെസിസ്റ്റൻസിലെ വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ സൂപ്പർ പൊസിഷൻ തിയറം. ഓക്കെ, നെക്സ്റ്റ് മെയിൻലി കോമൺലി എല്ലാ എക്സാംസിലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മാക്സിമം പവർ ട്രാൻസ്ഫർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഒരു സർക്യൂട്ടില് ഔട്ട്പുട്ടിൽ നമുക്കറിയാം ഔട്ട്പുട്ടിലോട്ട് മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അതിന്റെ തെവിനിൻസ് റെസിസ്റ്റൻസും അതിന്റെ ലോഡ് റെസിസ്റ്റൻസും എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. അന്നേരം ഒരു 50% പവർ മാക്സിമം ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിലുള്ള കണ്ടീഷനാണ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം. അന്നേരം മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം ബേസ് ചെയ്തിട്ട് മാക്സിമം പവർ എന്താണ് അല്ലെങ്കിൽ മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ആ സർക്യൂട്ടിന്റെ തെവിനിൻസ് റെസിസ്റ്റൻസ് എന്തായിരിക്കും, അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടുന്ന് ചോദിക്കുന്നത്. നെക്സ്റ്റ് ആഡ് ചെയ്തിരിക്കുന്ന പോർഷൻ ടൈം ഡൊമൈൻ അനാലിസിസ് ആണ്. ട്രാൻസിയൻസിലെ പോർഷൻ ആണ്. ട്രാൻസിയൻസിൽ RC നെറ്റ്വർക്കും അതുപോലെ RL നെറ്റ്വർക്കും RLC സർക്യൂട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ടൈം ഡൊമൈൻ അനാലിസിസിൽ നമുക്കൊരു എനർജി സ്റ്റോറേജ് എലമെന്റ് കാണും, അറ്റ്ലീസ്റ്റ് വൺ കപ്പാസിറ്ററോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വൺ ഇൻഡക്ടറോ കാണും. അന്നേരം എനർജി സ്റ്റോറേജ് എലമെന്റ്സ് അവിടുത്തെ ട്രാൻസിയൻസ് അല്ലെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റ് അനാലിസിസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഒരു AC സർക്യൂട്ട് തന്നിട്ട് അതിന്റെ സ്റ്റഡി സ്റ്റേറ്റ് ഇക്വേഷൻ ഓഫ് വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈമില് വോൾട്ടേജ് എന്തായിരിക്കും, കറണ്ട് എന്തായിരിക്കും, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ടൈം ഡൊമൈൻ അനാലിസിസ് അല്ലെങ്കിൽ ട്രാൻസിയൻസി എന്ന് ചോദിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിനകത്ത് നെറ്റ്വർക്ക് ഈക്വേഷൻസ് യൂസിങ് ലാപ്ലേസ് ട്രാൻസ്ഫോം.
ഒരു നെറ്റ്വർക്ക് തന്നിട്ട് അതിന്റെ ഗെയിന്റെ വാല്യൂ അല്ലെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ഇക്വേഷൻ യൂസിങ് ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് ഒരു നെറ്റ്വർക്കിന് അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, ഒരു RLC നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ അതിന്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരിക്കും. എന്നിട്ട് ആ ഡിഫറൻഷ്യൽ ഇക്വേഷനെ ലാപ്ലേസ് ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാനുള്ള പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഏരിയയിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫ്രീക്വൻസി ഡൊമൈൻ അനാലിസിസ് ഓഫ് RL, RC ആൻഡ് RLC സർക്യൂട്ട്. ടൈം ഡൊമൈനും അതുപോലെ ഫ്രീക്വൻസി ഡൊമൈൻ അനാലിസിസും ഉണ്ട്. ഫ്രീക്വൻസി ഡൊമൈൻ അനാലിസിസിൽ നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ടായിരിക്കും അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് 2 പോർട്ട് നെറ്റ്വർക്ക് പാരാമീറ്റേഴ്സ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. 2 പോർട്ട് നെറ്റ്വർക്ക് പാരാമീറ്റേഴ്സിൽ ഡിഫറെന്റ് 2 പോർട്ട് നെറ്റ്വർക്ക് ലൈക്ക് Z പാരാമീറ്റർ, Y പാരാമീറ്റർ, ABCD പാരാമീറ്റർ, അത് ബേസ് ചെയ്തിട്ട് Z പാരാമീറ്ററിന്റെ വാല്യൂ അല്ലെങ്കിൽ Y പാരാമീറ്ററിന്റെ വാല്യൂ അല്ലെങ്കിൽ ABCD പാരാമീറ്റർ അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ പാരാമീറ്റേഴ്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും 2 പോർട്ട് നെറ്റ്വർക്കിൽ നിന്ന് ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഇന്റർ കൺവേർഷൻ ബിറ്റ്വീൻ ഡിഫറെന്റ് 2 പോർട്ട് പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും 2 പോർട്ട് പാരാമീറ്ററിന്റെ പ്രോപ്പർട്ടി അത് ലീനിയർ ആണോ റെസിപ്രോക്കൽ നെറ്റ്വർക്ക് ആണോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും 2 പോർട്ട് നെറ്റ്വർക്കിൽ നിന്ന് ചോദിക്കാറുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഇലക്ട്രോണിക് ഡിവൈസസ് എന്ന് പറഞ്ഞ പോർഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രോണിക് ഡിവൈസസിൽ മെയിൻലി ചോദിക്കുന്നത് എനർജി ബാൻഡ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നമുക്കറിയാം ഒരു സെമി കണ്ടക്ടറിൽ കണ്ടക്ഷൻ ആൻഡ് വാലൻസ് ബാൻഡ് ഉണ്ട്. അന്നേരം ആ ബാൻഡ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഡിപ്ലീഷൻ റീജിയന്റെ വിത്തിന്റെ ഇക്വേഷൻ, ഡിപ്ലീഷൻ റീജിയന്റെ വിത്ത് ഡോപ്പിംഗിനനുസരിച്ച് എങ്ങനെയായിരിക്കും വേരി ചെയ്യുന്നത്, അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നെക്സ്റ്റ് കരിയർ ട്രാൻസ്പോർട്ട് ഇൻ സിലിക്കൺ. ഓക്കെ, ഒരു സിലിക്കൺ മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു എക്സ്ട്രിൻസിക് മെറ്റീരിയൽ അല്ലെങ്കിൽ ഇൻട്രിൻസിക് മെറ്റീരിയൽ എടുത്താൽ അവിടുത്തെ കരിയർ ട്രാൻസ്പോർട്ട് എന്തായിരിക്കും? ഡിഫ്യൂഷൻ അല്ലെങ്കിൽ ഡ്രിഫ്റ്റ് ബേസ് ചെയ്തിട്ട്, ഡ്രിഫ്റ്റ് ബേസ് അല്ലെങ്കിൽ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ അവിടുത്തെ കരിയർ ട്രാൻസ്പോർട്ടേഷൻ എന്തായിരിക്കും? കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ഉള്ളപ്പോൾ അവിടുത്തെ കരിയർ ട്രാൻസ്പോർട്ടേഷൻ എന്തായിരിക്കും? അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്ന ഡിഫ്യൂഷൻ കറണ്ടിന്റെയും ഡ്രിഫ്റ്റ് കറണ്ടിന്റെ ഇക്വേഷൻസ്, ഡ്രിഫ്റ്റ് കറണ്ടിന്റെയും അതുപോലെ ഡിഫ്യൂഷൻ കറണ്ടിന്റെ പ്രോപ്പർട്ടീസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് മൊബിലിറ്റി ആൻഡ് റെസിസ്റ്റിവിറ്റി. മൊബിലിറ്റി നമുക്കറിയാം മ്യൂ എന്ന് പറയുന്ന വാല്യൂ റിലേറ്റഡ് ടു എന്താണ്? മൊബിലിറ്റി കൂടിയാൽ നമുക്കറിയാം കറണ്ടിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും. ദെയർഫോർ റിലേഷൻ ബിറ്റ്വീൻ ഡ്രിഫ്റ്റ് കറണ്ട് ആൻഡ് മൊബിലിറ്റി വിത്ത് റെസിസ്റ്റിവിറ്റി, അതിന്റെ ഇന്റർ റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ടുള്ള മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. നെക്സ്റ്റ് ജനറേഷൻ ആൻഡ് റീകോമ്പിനേഷൻ ഓഫ് ചാർജ് കാരിയേഴ്സ്. ചാർജ് കാരിയേഴ്സിനെ നമുക്ക് എങ്ങനെയൊക്കെ ജനറേറ്റ് ചെയ്യാം? ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്താൽ അവിടെ എങ്ങനെയായിരിക്കും ചാർജ് കാരിയേഴ്സ് ജനറേറ്റ് ചെയ്യുന്നത്? റീകോമ്പിനേഷൻ നടന്നാൽ അവിടെ കറണ്ടിന് എന്ത് വേരിയേഷൻസ് വരും? അല്ലെങ്കിൽ റീകോമ്പിനേഷന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എങ്ങനെയായിരിക്കും? അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നെക്സ്റ്റ് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് PN ജംഗ്ഷൻ ഡയോഡ്. ഒരു PN ജംഗ്ഷൻ ഡയോഡിന്റെ കരിയർ ട്രാൻസ്പോർട്ട് എന്തായിരിക്കും? അതിന്റെ ഡിഫറെന്റ് പാരാമീറ്റേഴ്സിന്റെ വാല്യൂ എന്തായിരിക്കും? അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടുന്ന് ചോദിക്കുന്നത്. നെക്സ്റ്റ് സെനർ ഡയോഡ് ബേസ് ചെയ്തിട്ട് എന്തായാലും പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. സെനർ ഡയോഡിന്റെ റേറ്റിംഗ് അല്ലെങ്കിൽ സെനർ ഡയോഡിന്റെ ഒരു സർക്യൂട്ട് തന്നിട്ട് വോൾട്ടേജ് വാല്യൂ അല്ലെങ്കിൽ കറണ്ട് വാല്യൂ കണ്ടുപിടിക്കാനുള്ള മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് അവർ സ്പെഷ്യൽ ഡയോഡ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ടണൽ ഡയോഡ്, നെഗറ്റീവ് റെസിസ്റ്റൻസ് തരുന്ന ഒരു ഡയോഡാണ് എന്ത്? ടണൽ ഡയോഡ്. അന്നേരം ടണൽ ഡയോഡ് ബേസ് ചെയ്തിട്ട് അതിന്റെ നെഗറ്റീവ് റെസിസ്റ്റൻസ് തരുന്നത് ഏതൊക്കെ വോൾട്ടേജിനിടയ്ക്കായിരിക്കും? നമുക്കറിയാം ഒരു ടണൽ ഡയോഡ് നെഗറ്റീവ് റെസിസ്റ്റൻസ് തരുന്നത് പീക്ക് വോൾട്ടേജിനും വാല്യൂ വോൾട്ടേജിനും ഇടയ്ക്കായിരിക്കും. ഓക്കെ, അന്നേരം ടണൽ ഡയോഡ് ബേസ് ചെയ്തിട്ടുള്ള ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, അവിടെ മെക്കാനിക്കൽ ടണലിംഗ് ഓഫ് ചാർജ് കാരിയേഴ്സ് ആയിരിക്കും നടക്കുന്നത്. അന്നേരം അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് JFET, ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റേഴ്സിൽ JFET മോസ്ഫെറ്റും ആഡ് ചെയ്തിട്ടുണ്ട്. N ചാനൽ അതുപോലെ P ചാനൽ JFETും എൻഹാൻസ്മെന്റ് മോസ്ഫെറ്റും ഡിപ്ലീഷൻ മോസ്ഫെറ്റും ഇവിടെ ആഡ് ചെയ്തിരിക്കാം. ഓക്കെ, അന്നേരം ഇതിനെ ബേസ് ചെയ്തിട്ട് അതിന്റെ ഡിഫറെന്റ് പാരാമീറ്റേഴ്സ്, കറണ്ട് ഇക്വേഷൻ, അതിന്റെ ട്രാൻസ് കണ്ടക്ടൻസ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്, ഡൈനാമിക് റെസിസ്റ്റൻസ്, ഒരു JFETന്റെയും മോസ്ഫെറ്റിന്റെയും പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ്. ലാസ്റ്റ് ഇയറിൽ പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു, കുറച്ച് കൺസെപ്ഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. വോൾട്ടേജ്, ഗെയിൻഡ് സോഴ്സ് വോൾട്ടേജ് അല്ലെങ്കിൽ ഡ്രെയിൻഡ് സോഴ്സ് വോൾട്ടേജ് തന്നിട്ട് ഒരു JFETന്റെ അല്ലെങ്കിൽ മോസ്ഫെറ്റിന്റെ കറണ്ടിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ അതിന്റെ ഓപ്പറേഷൻ റീജിയൻ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ പിഞ്ച് ഓഫ് വോൾട്ടേജ് ബേസ് ചെയ്തിട്ടുള്ള മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് ഓപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസിൽ ആഡ് ചെയ്തിരിക്കുന്നത് LED അതുപോലെ ഫോട്ടോ ഡയോഡും ആണ്. ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, LED ഫോട്ടോ ഡയോഡ് വർക്കിംഗ് പ്രിൻസിപ്പിൾ അതിന്റെ ബേസിക് കൺസെപ്റ്റ്സ് ബേസ് ചെയ്തിട്ടുള്ള ഡയറക്റ്റ് സ്ട്രേറ്റ് ഫോർവേഡ്
ക്വസ്റ്റ്യൻസ് ആയിരിക്കും LED ഫോട്ടോ ഡയോഡിന്ന് ചോദിക്കാറുള്ളത്. നെക്സ്റ്റ് മൊഡ്യൂൾ 4 ആയിട്ട് അവർ ആഡ് ചെയ്തിരിക്കുന്ന പോർഷൻ അനലോഗ് ആൻഡ് ഡിജിറ്റൽ സർക്യൂട്ട് ആണ്. ഓക്കെ, അന്നേരം അനലോഗ് ആൻഡ് ഡിജിറ്റൽ സർക്യൂട്ടിൽ ഫസ്റ്റ് അവർ ആഡ് ചെയ്തിരിക്കുന്ന പോർഷൻ ക്ലിപ്പിംഗ് ആൻഡ് ക്ലാമ്പിംഗ് സർക്യൂട്ട് ആണ്. നമുക്കറിയാം ക്ലിപ്പിംഗ് ആൻഡ് ക്ലാമ്പിംഗ് സർക്യൂട്ടിലെ മെയിൻ കമ്പോണന്റ് ഡയോഡ്സ് ആണ്. അന്നേരം അവർ നോർമലി ചോദിക്കുന്നത് ഒരു ക്ലിപ്പിംഗ് സർക്യൂട്ട് തന്നിട്ട്, അത് പോസിറ്റീവ് ക്ലിപ്പർ അല്ലെങ്കിൽ നെഗറ്റീവ് ക്ലിപ്പർ തന്നിട്ട് അതിന്റെ ഔട്ട്പുട്ട് വേവ് ഫോം എന്തായിരിക്കും എന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നോർമലി ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ക്ലിപ്പർ തന്നിട്ട് അതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് പീക്ക് മാക്സിമം വോൾട്ടേജ് എന്തായിരിക്കും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് സിലബസിൽ. ക്ലാമ്പിംഗിൽ നമുക്കറിയാം കപ്പാസിറ്ററും ഡയോഡ്സും കാണും. അന്നേരം ഒരു ക്ലാമ്പിംഗ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ DC ആഡ് ചെയ്യുന്ന സർക്യൂട്ടാണ് അല്ലെങ്കിൽ ലെവൽ ഷിഫ്റ്റിംഗ് സർക്യൂട്ടാണ്. അന്നേരം ഒരു ക്ലാമ്പറിനെ ബേസ് ചെയ്തിട്ട് അതിന്റെ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യുന്ന വോൾട്ടേജ് അല്ലെങ്കിൽ ഔട്ട്പുട്ടിൽ കിട്ടുന്ന ഗ്രാഫ് എന്തായിരിക്കും, ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ഷേപ്പ് എന്തായിരിക്കും, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം ക്ലിപ്പിംഗിൽ പീക്ക് ടു പീക്ക് വോൾട്ടേജ് ചേഞ്ച് ചെയ്യും, പക്ഷെ ക്ലാമ്പിംഗിൽ പീക്ക് ടു പീക്ക് വോൾട്ടേജ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. പക്ഷെ അവിടെ എക്സ്ട്രാ എന്താ ആഡ് ചെയ്യും, DC വോൾട്ടേജ് ആഡ് ചെയ്യും. അന്നേരം ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻസ് ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് വേവ് ഫോം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നോർമലി ക്ലിപ്പിംഗ് ആൻഡ് ക്ലാമ്പിംഗ് സർക്യൂട്ടിൽ നിന്ന് ചോദിക്കാറുള്ളത്. നെക്സ്റ്റ് ബയാസ് ആൻഡ് ബയാസ് സ്റ്റെബിലിറ്റി ഓഫ് BJT ആൻഡ് മോസ്ഫെറ്റ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബയാസിംഗ് ഉണ്ട് BJTയെ അല്ലെങ്കിൽ മോസ്ഫെറ്റിനെ ഒരു പർട്ടിക്കുലർ ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യാൻ. ഓക്കെ, ഫിക്സഡ് ബയാസ്, അതുപോലെ ഫിക്സഡ് ബയാസ് വിത്ത് എമിറ്റർ റെസിസ്റ്റൻസ്, കളക്ടർ ടു ബേസ് ഫീഡ്ബാക്ക് ബയാസിംഗ്, അതുപോലെ വോൾട്ടേജ് ഡിവൈഡർ ബയാസ്. അന്നേരം ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബയാസിംഗിലുള്ള പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസും അതുപോലെ ബയാസ് സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ തെർമൽ റണ്ണവേ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഓരോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബയാസിംഗിന്റെ കമ്പാരിസൺ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ബയാസിംഗ് ആൻഡ് ബയാസ് സ്റ്റെബിലിറ്റി ഓഫ് BJT ആൻഡ് മോസ്ഫെറ്റ് എന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് പോർഷൻ സ്മാൾ സിഗ്നൽ ഈക്വലന്റ് സർക്യൂട്ട് ഓഫ് BJT ആൻഡ് മോസ്ഫെറ്റ് ആണ്. നമുക്കറിയാം ഒരു BJT അല്ലെങ്കിൽ മോസ്ഫെറ്റിനെ ലോ ഫ്രീക്വൻസിയിൽ അതിന്റെ ഈക്വലന്റ് സർക്യൂട്ട് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അവിടെ കുറെ പാരാമീറ്റേഴ്സ് ഉണ്ട്. ഇൻപുട്ടിൽ വരുന്ന റെസിസ്റ്റൻസ് Rπ, അതുപോലെ അവിടുത്തെ ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ്, ഹൈബ്രിഡ് പൈ മോഡലിൽ വരുന്ന ഡിഫറെന്റ് പാരാമീറ്റേഴ്സ്, അതുപോലെ വോൾട്ടേജ് ഗെയിൻ, ട്രാൻസ് കണ്ടക്ടൻസ്, കറണ്ട് ഗെയിൻ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസും ഡയറക്റ്റ് ഒരു സർക്യൂട്ട് തന്നിട്ട് അതിന്റെ വോൾട്ടേജ് ഗെയിൻ ഡിറൈവ് ചെയ്യാൻ അല്ലെങ്കിൽ വോൾട്ടേജ് ഗെയിൻ എന്തായിരിക്കും എന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും സ്മോൾ സിഗ്നൽ ഈക്വലന്റ് മോഡലിൽ നിന്ന് കോമൺലി ചോദിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആംപ്ലിഫയേഴ്സ് എന്ന് പറഞ്ഞ പോർഷൻ ആണ്. ട്രാൻസിസ്റ്റർ ബേസ് ചെയ്തിട്ടുള്ള ആംപ്ലിഫയർ ആയിരിക്കും ഈ ഏരിയയിൽ ചോദിക്കുന്നത്. അതിൽ തന്നെ സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയർ, ഒരു സിംഗിൾ സ്റ്റേജ് RC കപ്പിൾഡ് ആംപ്ലിഫയർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, RC കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ വോൾട്ടേജിന്റെ ഇക്വേഷൻ അല്ലെങ്കിൽ അതിന്റെ ഓപ്പറേറ്റിംഗ് റീജിയൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് റീജിയൻ ഐഡന്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയർ എന്ന് ചോദിക്കുന്നത്. നെക്സ്റ്റ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. ഓക്കെ, ട്രാൻസിസ്റ്റർ നമുക്ക് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഒന്നുകിൽ ട്രാൻസിസ്റ്റർ ബേസ് ചെയ്തിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാം അല്ലെങ്കിൽ ഓപ്പറേഷണൽ ആംപ്ലിഫയർ യൂസ് ചെയ്തിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാം. അന്നേരം ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ യൂസിങ് ട്രാൻസിസ്റ്റേഴ്സ് ആയിരിക്കും ഈ ഏരിയയിൽ ആഡ് ചെയ്തിരിക്കുന്നത്. കാരണം ഓപ്പറേഷൻ ആംപ്ലിഫയർ സെപ്പറേറ്റ് ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട്. ഓക്കെ, അന്നേരം ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ യൂസിങ് ട്രാൻസിസ്റ്റേഴ്സിൽ ഔട്ട്പുട്ട് കറണ്ടിന്റെ വാല്യൂ അല്ലെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ഇക്വേഷൻ അല്ലെങ്കിൽ അവിടുത്തെ ഓരോ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ തന്നിട്ട് അതിന്റെ ഇൻപുട്ട് കറണ്ട് അല്ലെങ്കിൽ കറണ്ട് ഗെയിന്റെ ഇക്വേഷൻ, കറണ്ട് ഗെയിന്റെ വാല്യൂ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിഫറൻഷ്യൽ ആംപ്ലിഫയേഴ്സ് എന്ന് ചോദിക്കുന്നത്. അതിൽ തന്നെ ബാലൻസ്ഡ് ഇൻപുട്ട്, ബാലൻസ്ഡ് ഔട്ട്പുട്ട്, അതുപോലെ അൺബാലൻസ്ഡ് ഇൻപുട്ട്, അൺബാലൻസ്ഡ് ഔട്ട്പുട്ട്, അങ്ങനെ 4 കോമ്പിനേഷൻസ് ഉണ്ട്. അന്നേരം ആ 4 കോമ്പിനേഷൻസ് ബേസ് ചെയ്തിട്ട് ഔട്ട്പുട്ട് കറണ്ടിന്റെ വാല്യൂ എന്തായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും വോൾട്ടേജോ കറണ്ടോ കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് ആണ് കോമൺലി ഡിഫറൻഷ്യൽ ആംപ്ലിഫയേഴ്സ് എന്ന് ചോദിക്കാറുള്ളത്. നെക്സ്റ്റ് ഫീഡ്ബാക്ക് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫീഡ്ബാക്ക്. ആംപ്ലിഫയേഴ്സിൽ നമ്മൾ നോർമലി നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ് യൂസ് ചെയ്യുന്നത്. അന്നേരം ആ ഫീഡ്ബാക്കിൽ തന്നെ വോൾട്ടേജ് സീരീസ് ഉണ്ട്, വോൾട്ടേജ് കറണ്ട് ഉണ്ട്, വോൾട്ടേജ് ഷണ്ട് ഉണ്ട്, അതുപോലെ കറണ്ട് സീരീസ്, കറണ്ട് ഷണ്ട് ഫീഡ്ബാക്ക്. അന്നേരം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫീഡ്ബാക്ക് മെക്കാനിസംസ് എന്താണ്, ആ ഫീഡ്ബാക്ക് ആംപ്ലിഫയർ എന്താണ്, അത് വോൾട്ടേജ് ആംപ്ലിഫയർ ആണോ അല്ലെങ്കിൽ കറണ്ട് ആംപ്ലിഫയർ ആണോ അല്ലെങ്കിൽ ട്രാൻസ് കണ്ടക്ടൻസ് ആംപ്ലിഫയർ ആണോ അല്ലെങ്കിൽ ട്രാൻസ് റെസിസ്റ്റൻസ് ആംപ്ലിഫയർ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഈ ഏരിയയിൽ നിന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ആംപ്ലിഫയേഴ്സ്. ഒരു ആംപ്ലിഫയേഴ്സിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ്, അതിൽ നിന്ന് ക്യൂ ഫാക്ടർ അല്ലെങ്കിൽ ബാൻഡ് വിഡ്ത്തിന്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും
ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് ചോദിക്കാറുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഓപ്പറേഷൻ ആംപ്ലിഫയർ സർക്യൂട്ട്സ് ആണ്. അതിൽ തന്നെ ഇൻവെർട്ടിംഗ് ആൻഡ് നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയേഴ്സ് ചോദിക്കാറുണ്ട്. ഓപ്പറേഷൻ ആംപ്ലിഫയറിൽ ഇൻപുട്ട് ഏത് ടെർമിനലാണ് കൊടുക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് ഇൻവെർട്ടിംഗ് ആൻഡ് നോൺ ഇൻവെർട്ടിംഗ് ഉണ്ട്. ഇൻപുട്ട് കൊടുക്കുന്നത് നെഗറ്റീവ് ടെർമിനൽ ആണെങ്കിൽ ഇൻവെർട്ടിംഗ് ആയിരിക്കും. ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുന്നത് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ ആണെങ്കിൽ എന്തായിരിക്കും? നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആയിരിക്കും. ഓക്കെ, എന്നാൽ അതിനെ ബേസ് ചെയ്തിട്ട് നോൺ ലീനിയർ ആൻഡ് ലീനിയർ സർക്യൂട്ടിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇന്റഗ്രേറ്റർ ചോദിക്കാറുണ്ട്. അതുപോലെ ഫീഡ്ബാക്ക് ഇല്ലാത്ത നെറ്റ്വർക്കായ ഓപ്പറേഷൻ ആംപ്ലിഫയറിൽ ഫീഡ്ബാക്ക് കണക്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് അതിന് കമ്പറേറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അന്നേരം കമ്പറേറ്റർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇതിന്റെ ആപ്ലിക്കേഷൻ ആയ മൾട്ടി വൈബ്രേറ്റേഴ്സ് അല്ലെങ്കിൽ സ്മിത്ത് ട്രിഗർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് സൈനസോഡൽ ഓസിലേറ്റർ ആണ്. അതിൽ ക്രൈറ്റീരിയൻ ഫോർ ഓസിലേഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ടോപ്പിക് ആയിട്ട് നമുക്കറിയാം ബാർക്കോസൺ ക്രൈറ്റീരിയ ആണ് ക്രൈറ്റീരിയൻ ഫോർ ഓസിലേഷൻ. അന്നേരം ബാർക്കോസൺ ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ടുള്ള ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അതുപോലെ നെക്സ്റ്റ് ആഡ് ചെയ്തിരിക്കുന്ന പോർഷൻ സിംഗിൾ ട്രാൻസിസ്റ്റർ ആൻഡ് ഓപ്പറേഷൻ കോൺഫിഗറേഷൻ. ഓസിലേറ്റേഴ്സിൽ തന്നെ നമുക്ക് ട്രാൻസിസ്റ്റർ ബേസ് ചെയ്തിട്ട് ഓപ്പറേഷൻ ആംപ്ലിഫയർ അല്ലെങ്കിൽ ഓപ്പറേഷൻ ആംപ്ലിഫയർ ബേസ് ചെയ്തിട്ട് ഓസിലേറ്റർ ഡിസൈൻ ചെയ്യാൻ പറ്റും. അന്നേരം ഓസിലേറ്റേഴ്സ് ബേസ്ഡ് ഓൺ ട്രാൻസിസ്റ്റേഴ്സും അതുപോലെ ഓപ്പറേഷൻ ആംപ്ലിഫയർ. അതിൽ തന്നെ സൈനസോഡലിൽ വരുന്നത് RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ അതുപോലെ വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ. ഇതിൽ രണ്ടിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അതിന്റെ ഗെയിന്റെ വാല്യൂ എന്തായിരിക്കും? ഔട്ട്പുട്ട് കട്ട് ഓഫ് ഫ്രീക്വൻസി അല്ലെങ്കിൽ റെസൊണന്റ് ഫ്രീക്വൻസിയുടെ ഡയറക്റ്റ് ഇക്വേഷൻ ചോദിക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലെ പോർഷനായ ബൂളിയൻ ഓൾജിബ്ര. ബൂളിയൻ ഓൾജിബ്ര നമുക്കറിയാം. ഓക്കെ, ബൈനറി ഓപ്പറേഷൻസ് വരുന്ന ഓൾജിബ്ര ആണ് എന്ത്? ബൂളിയൻ ഓൾജിബ്ര. അന്നേരം ബൂളിയൻ ഓൾജിബ്ര ബേസ് ചെയ്തിട്ട് ഒരു ലാർജ് ഇക്വേഷൻ തന്നിട്ട് അതിനെ മിനിമൈസ് ചെയ്യാൻ അല്ലെങ്കിൽ കെ മാപ്പ് യൂസ് ചെയ്തിട്ട് മിനിമൈസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ബൂളിയൻ ആൾജിബ്ര എന്ന് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ലോജിക് ഗേറ്റ്സ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഒരു സർക്യൂട്ട് തന്നിട്ട് എത്ര യൂണിവേഴ്സൽ ഗേറ്റ് വേണം ആ സർക്യൂട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ലോജിക് ഗേറ്റ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു സർക്യൂട്ട് തന്നിട്ട് അതിന്റെ ഔട്ട്പുട്ട് ഈക്വേഷൻ എന്തായിരിക്കും? ഔട്ട്പുട്ട് ഈക്വേഷനെ മിനിമൈസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ലോജിക് ഗേറ്റ്സ് ആഡ് ചെയ്യാറുള്ളത്. ഓക്കെ, നെക്സ്റ്റ് കോമ്പിനേഷൻ സർക്യൂട്ട് ആണ്. മെമ്മറി ഇല്ലാത്ത സർക്യൂട്ടിനെ പറയുന്നവരാണിത് കോമ്പിനേഷൻ സർക്യൂട്ട്. അതിൽ ആഡ് ചെയ്തിരിക്കുന്നത് അരിത്തമെറ്റിക് സർക്യൂട്ട്സ് ആണ്. അരിത്തമെറ്റിക് സർക്യൂട്ട്സിൽ വരുന്നതാണ് ഹാഫ് ആർഡർ അതുപോലെ ഫുൾ ആർഡർ അല്ലെങ്കിൽ ഹാഫ് സബ്ട്രാക്ഷൻ അതുപോലെ ഫുൾ സബ്ട്രാക്ഷൻ. അതിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ഹാഫ് ആർഡറിന്റെ ഔട്ട്പുട്ട് സമ്മിന്റെ ഇക്വേഷൻ, ഔട്ട്പുട്ട് ക്യാരി ഇക്വേഷൻ, അല്ലെങ്കിൽ ഫുൾ ഓർഡറിന്റെ ഔട്ട്പുട്ട് സമ്മിന്റെ ഇക്വേഷൻ അല്ലെങ്കിൽ ക്യാരിയുടെ ഇക്വേഷൻ. ആ ക്യാരിയുടെ ഇക്വേഷൻ ഏത് ലോജിക് ഗേറ്റ്സ് യൂസ് ചെയ്തിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും? എത്ര യൂണിവേഴ്സൽ ഗേറ്റ്സ് വേണം അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ? എത്ര നാൻഡ് ആൻഡ് നോർ ഗേറ്റ്സ് വേണം ഔട്ട്പുട്ട് സമ്മിന് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ക്യാരി ഇംപ്ലിമെന്റ് ചെയ്യാൻ? അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അരിത്തമെറ്റിക് സർക്യൂട്ടിൽ ചോദിക്കാറുള്ളത്. മെയിൻലി ആഡേഴ്സ് ആൻഡ് സബ്ട്രാക്ടേഴ്സ് ആണ് ഈ ഏരിയയിൽ വരുന്നത്. നെക്സ്റ്റ് കോഡ് കൺവേർട്ടേഴ്സ്. കോഡ് കൺവേർട്ടേഴ്സിൽ ബൈനറി ടു BCD അല്ലെങ്കിൽ ബൈനറി ടു ഗ്രേ കോഡ് കൺവേർട്ടർ അല്ലെങ്കിൽ ഗ്രേ കോഡ് ടു ബൈനറി കൺവേർട്ടേഴ്സ്. ആ കൺവേർട്ടേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ഉള്ള ലോജിക് ഗേറ്റ്സ് ഏതൊക്കെയാണ്? അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കോഡ് കൺവേർട്ടേഴ്സ് എന്ന് ചോദിക്കാറുള്ളത്. നെക്സ്റ്റ് മൾട്ടിപ്ലെക്സേഴ്സ്. മൾട്ടിപ്ലെക്സേഴ്സ് നമുക്കറിയാം ഒരു കോമ്പിനേഷൻ സർക്യൂട്ട് ആണ്. ലാർജ് നമ്പർ ഓഫ് ഇൻപുട്സിനെ ഒരു സിംഗിൾ ഔട്ട്പുട്ട് ആയിട്ട് അല്ലെങ്കിൽ പാരലൽ ഡേറ്റയെ സീരിയൽ ഡേറ്റ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന കോമ്പിനേഷൻ സർക്യൂട്ട് ആണ് എന്ത്? മൾട്ടിപ്ലെക്സേഴ്സ്. അന്നേരം ഒരു മൾട്ടിപ്ലെക്സർ തന്നിട്ട് അതിന്റെ ഔട്ട്പുട്ട് ഇക്വേഷൻ എന്തായിരിക്കും? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ തന്നിട്ട് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ തന്നിട്ട് മൾട്ടിപ്ലെക്സറിന്റെ ഇൻപുട്ട് ആയിട്ട് ഏതിനായിരിക്കും കൊടുക്കേണ്ടത്? മൾട്ടിപ്ലെക്സറിന്റെ ഇൻപുട്ട് എന്താണ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്താണെന്ന് ഫൈൻഡ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും മൾട്ടിപ്ലെക്സറിൽ നിന്ന് ചോദിക്കാറുള്ളത്. നെക്സ്റ്റ് ഡീകോഡിംഗ് സർക്യൂട്ട്. ഡീകോഡിംഗ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു ബൈനറി ഡേറ്റയെ ഒരു ഡെസിമൽ ഡേറ്റ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് എന്ത്? ഡീകോഡേഴ്സ്. അന്നേരം ഡീകോഡർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിന്റെ ഡീകോഡറിന്റെ സർക്യൂട്ട് അല്ലെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് ഇക്വേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡീകോഡറിൽ നിന്ന് ചോദിക്കാറുള്ളത്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് സീക്വൻഷ്യൽ സർക്യൂട്ട്. കോമ്പിനേഷൻ സർക്യൂട്ട് വിത്ത് മെമ്മറി ആണ് എന്ത്? സീക്വൻഷ്യൽ സർക്യൂട്ട്. അതിൽ ഫസ്റ്റ് ആഡ് ചെയ്തിരിക്കുന്ന പോർഷൻ ലാച്ചസ് ആണ്. ലാച്ചസ് കഴിഞ്ഞിട്ട് ക്ലോക്ക്ഡ് ലാച്ച് എന്തായിട്ട് മാറും? ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിട്ട് മാറും. അൺക്ലോക്ക്ഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് എന്ത്? ലാച്ചസ് എന്ന് പറയുന്നത്. അന്നേരം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. അതിൽ SR D ഫ്ലിപ്പ് ഫ്ലോപ്പ്, JK ഫ്ലിപ്പ് ഫ്ലോപ്പ്, T ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്. ബേസിക്കലി 4 ടൈപ്പ് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്. അതല്ലാണ്ട് മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് കൂടെ ഉണ്ട്. അന്നേരം ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് ഇക്വേഷൻ അല്ലെങ്കിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും
ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നിന്ന് കോമൺലി ചോദിക്കാറുള്ളത്. നെക്സ്റ്റ് കൗണ്ടേഴ്സ് ആൻഡ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ഏരിയ ആണ് കൗണ്ടേഴ്സ് ആൻഡ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്. ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് ഇത് കൗണ്ടേഴ്സ് ആൻഡ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്. ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനും ഡേറ്റ സ്റ്റോർ ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് എന്തിനു യൂസ് ചെയ്യാം? ഷിഫ്റ്റ് രജിസ്റ്റേഴ്സിന് യൂസ് ചെയ്യാം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ഉണ്ട്. ലെഫ്റ്റ് ഷിഫ്റ്റ്, റൈറ്റ് ഷിഫ്റ്റ്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ്. പാരലൽ ഇൻപുട്ട്, പാരലൽ ഔട്ട്പുട്ട് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്. അന്നേരം ഒരു ഷിഫ്റ്റ് രജിസ്റ്റർ തന്നിട്ട് അത് ഏത് ഷിഫ്റ്റ് രജിസ്റ്റർ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ആ ഷിഫ്റ്റ് രജിസ്റ്ററിന്റെ ഔട്ട്പുട്ട് ഫ്രീക്വൻസി എന്തായിരിക്കും? നോർമലി ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് അല്ലെങ്കിൽ കൗണ്ടേഴ്സിൽ ഫ്രീക്വൻസി എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. അത് ടോഗിൾ മോഡിലാണെങ്കിൽ ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ 2 ആവും. അന്നേരം അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസും ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഒരു കൗണ്ടർ തന്നിട്ട് അതിന്റെ കൗണ്ടിങ് സീക്വൻസ് എന്തായിരിക്കും, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ക്ലോക്ക് സൈക്കിൾ കഴിയുമ്പോൾ അതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, അല്ലെങ്കിൽ ഒരു കൗണ്ടർ തന്നിട്ട് അതിന്റെ മോഡ് വാല്യൂ എന്തായിരിക്കും. ഒരു കൗണ്ടർ എത്ര വാല്യൂസ് കൗണ്ട് ചെയ്യുന്നു അതിനെ പറയുന്ന പേരാണത് മോഡുലസ് ഓഫ് ദ കൗണ്ടർ. അന്നേരം ഒരു കൗണ്ടർ തന്നിട്ട് അതിന്റെ മോഡുലസ് എന്താണെന്ന് ചോദിക്കാം. അന്നേരം ഒരു സർക്യൂട്ട് തന്നിട്ട് ഒരു കൗണ്ടർ സർക്യൂട്ട് അല്ലെങ്കിൽ ഇന്റർ കണക്ഷൻ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്തിട്ടുള്ള ഒരു കൗണ്ടർ തന്നിട്ട് അതിന്റെ സർക്യൂട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൗണ്ടേഴ്സ് ആൻഡ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് എന്ന് കോമൺലി ചോദിക്കാറുള്ളത്. നെക്സ്റ്റ് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറും അതുപോലെ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറും ആണ്. ലാസ്റ്റ് ഇയറിലും ഒരു പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു, ഔട്ട്പുട്ട് ഇക്വേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, അന്നേരം അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടേഴ്സിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടേഴ്സ് ഉണ്ട്. ഓക്കെ, അതിൽ നോർമലി ഡുവൽ സ്ലോപ്പ്, അതുപോലെ സക്സസീവ് അപ്രോക്സിമേഷൻ, അതുപോലെ സിഗ്മ ഡെൽറ്റ, ഫ്ലാഷ് ടൈപ്പ് എ ഡി സി. അന്നേരം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എ ഡി സിയിലുള്ള കൺവേർഷൻ ടൈം അല്ലെങ്കിൽ പ്രൊപ്പഗേഷൻ ടൈം എന്തായിരിക്കും? ഏറ്റവും മാക്സിമം സ്പീഡ് തരുന്ന എ ഡി സി ഏതായിരിക്കും? മാക്സിമം റിലയബിലിറ്റി, മാക്സിമം ആക്യുറസി തരുന്ന എ ഡി സി ഏതായിരിക്കും? അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടേഴ്സിൽ മെയിൻലി നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടേഴ്സ് ആണ് പഠിക്കാനുള്ളത്. ബൈനറി വെയ്റ്റഡ് റെസിസ്റ്റർ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറും അതുപോലെ ബൈനറി ലാഡർ ഓർ ആർ ടു ആർ ലാഡർ ടൈപ്പ് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടേഴ്സ്. ഓക്കെ, അന്നേരം നമ്മൾ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടേഴ്സിൽ മെയിൻലി ഈ രണ്ട് ടൈപ്പേ ഉള്ളൂ. ബൈനറി വെയ്റ്റഡ് റെസിസ്റ്റർ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടേഴ്സും അതുപോലെ ബൈനറി ലാഡർ അല്ലെങ്കിൽ ആർ ടു ആർ ലാഡർ ടൈപ്പ് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടേഴ്സും. അതായത് ലാസ്റ്റ് ഇയറിൽ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടേഴ്സിൽ ആർ ടു ആർ ലാഡർ ടൈപ്പ് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടേഴ്സിന്റെ ബേസിക് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചത്. പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻ ആയിരുന്നു. അന്നേരം ഒരു ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടേഴ്സിന്റെ സർക്യൂട്ട് തന്നിട്ട് അതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ഇക്വേഷൻ അല്ലെങ്കിൽ കറണ്ടിന്റെ ഇക്വേഷൻ, ഫീഡ്ബാക്കിലൂടെ ഫ്ലോ ചെയ്യുന്ന ഫീഡ്ബാക്ക് കറണ്ടിന്റെ ഇക്വേഷൻ ആയിരിക്കും ചോദിക്കാറുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ആഡ് ചെയ്തിട്ടുള്ള പോർഷൻ മൈക്രോ പ്രോസസർ ആണ്. മൈക്രോ പ്രോസസറിൽ 8085 8 ബിറ്റ് മൈക്രോ പ്രോസസർ ആയ 8085 മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അതിൽ ബേസിക്കലി കൊടുത്തിരിക്കുന്നത് ആർക്കിടെക്ചർ ആൻഡ് പ്രോഗ്രാമിംഗ് ആണ്. അന്നേരം ആർക്കിടെക്ചറിൽ 8085ന്റെ എല്ലാ പിൻ ഡയഗ്രംസും അതുപോലെ അതിന്റെ 8085 വരുന്ന ഡിഫറെന്റ് കമ്പോണൻസ്, അതിന്റെ രജിസ്റ്റേഴ്സ്, ആ രജിസ്റ്റർ പെയർ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ സെറ്റ്, അതൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കാറുള്ളത്. പ്രോഗ്രാമിംഗില് അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാംസില് സിമ്പിൾ പ്രോഗ്രാംസ് തന്നിട്ട് അതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, അല്ലെങ്കിൽ ഒരു സിമ്പിൾ പ്രോഗ്രാം തന്നിട്ട് ഏതെങ്കിലും രജിസ്റ്ററിലെ കണ്ടന്റ് എന്തായിരിക്കും, അല്ലെങ്കിൽ അക്യുമുലേറ്ററിന്റെ കണ്ടന്റ് എന്തായിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം തന്നിട്ട് അത് ഒരു അൽഗോരിതം തന്നിട്ട് പ്രോഗ്രാം കൗണ്ടറിലെ കണ്ടന്റ് എന്തായിരിക്കും, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും പ്രോഗ്രാമിംഗിൽ നിന്ന് ചോദിക്കാറുള്ളത്. നെക്സ്റ്റ് പോർഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ലാസ്റ്റ് ഇയറിൽ 3 to 4 മിനിമം 4 to 5 or 3 to 4 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഒരു പോർഷൻ ആണ് സിഗ്നൽസ് ആൻഡ് സിസ്റ്റം. സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തില് ഫസ്റ്റ് ആഡ് ചെയ്തിരിക്കുന്ന പോർഷൻ ഇൻട്രൊഡക്ഷൻ ഓഫ് സിഗ്നൽസ് ആൻഡ് സിസ്റ്റം. ഓക്കെ, ലാസ്റ്റ് ഇയറിൽ ഒരു സിഗ്നൽ തന്നിട്ട് -1/n എന്ന് പറഞ്ഞൊരു സിഗ്നൽ തന്നിട്ട് അതിന്റെ ടൈം പീരീഡ്, ഫണ്ടമെന്റൽ ടൈം പീരീഡ് എന്താണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു. നമുക്കറിയാം -1/n എന്ന് പറഞ്ഞാല് കോസ് n പൈ ആണ്. കോസ് n പൈ എന്ന് പറഞ്ഞാൽ -1/n ആണ്. therefore ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഒമേഗ ഈക്വൽ ടു എന്ത് വരും? ഒമേഗ ഈക്വൽ ടു പൈ ആയിരിക്കും. therefore ഒമേഗ ഡിവൈഡഡ് ബൈ 2π ഈക്വൽ ടു എന്ത് വരും? പൈ ഡിവൈഡഡ് ബൈ 2π which is equal to 1/2 വരും. therefore ഫണ്ടമെന്റൽ ടൈം പീരീഡ് 2 ആയിരിക്കും. അന്നേരം ബേസിക് ക്വസ്റ്റ്യൻ ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്.
അന്നേരം ബേസിക്കലി ഇൻട്രൊഡക്ഷൻ ഓഫ് സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൽ നിന്ന് ചോദിക്കാറുള്ളത് ഒരു സിഗ്നൽ തന്നിട്ട് അത് ഏത് ടൈപ്പ് ഓഫ് സിഗ്നൽ ആണെന്ന് ചോദിക്കാറുണ്ട്. അത് കോസൽ സിഗ്നൽ ആണോ, അല്ലെങ്കിൽ നോൺ കോസൽ സിഗ്നൽ ആണോ, അല്ലെങ്കിൽ പീരിയോഡിക് ആണോ, നോൺ പീരിയോഡിക് ആണോ, അല്ലെങ്കിൽ ഈവൻ ആണോ, അല്ലെങ്കിൽ ഓഡ് സിഗ്നൽ ആണോ, അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ ഒരു സിഗ്നൽ തന്നിട്ട് അതിന്റെ ടൈം പീരീഡ്, ഫണ്ടമെന്റൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ്. അല്ലെങ്കിൽ സിസ്റ്റത്തിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിസ്റ്റംസ് ഉണ്ട്. ലീനിയർ സിസ്റ്റംസ്, ടൈം ഇൻവേരിയന്റ് സിസ്റ്റംസ്, അതുപോലെ കോസൽ ആൻഡ് നോൺ കോസൽ സിസ്റ്റംസ്, ഇൻവേർട്ടിബിൾ ആൻഡ് നോൺ ഇൻവേർട്ടിബിൾ സിസ്റ്റംസ്. അങ്ങനെ ഡിഫറെന്റ് സിസ്റ്റംസിന്റെ ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഒരു സിസ്റ്റം തന്നിട്ട്, അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിന്റെ ഔട്ട്പുട്ട് ഈക്വേഷൻ തന്നിട്ട്, ഇൻപുട്ടിനെ ഔട്ട്പുട്ടിനെ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ തന്നിട്ട് അത് ഏത് ടൈപ്പ് ഓഫ് സിസ്റ്റം ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ, അത് നോൺ ലീനിയർ സിസ്റ്റം ആണോ അല്ലെങ്കിൽ ലീനിയർ സിസ്റ്റം ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് മെയിൻലി ഇൻട്രൊഡക്ഷൻ ഓഫ് സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൽ നിന്ന് ചോദിക്കാറുള്ളത്. നെക്സ്റ്റ് ലീനിയർ ടൈം ഇൻവേരിയന്റ് സിസ്റ്റംസ് ആണ്. ഒരു LTS സിസ്റ്റം തന്നിട്ട് ആ LTS സിസ്റ്റം സ്റ്റേബിൾ ആണോ അല്ലെങ്കിൽ അൺസ്റ്റേബിൾ ആണോ, അല്ലെങ്കിൽ ആ LTS സിസ്റ്റം ഫൈനൈറ്റ് ഡ്യൂറേഷൻ ആണോ അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് ഡ്യൂറേഷൻ ആണോ, ഒരു LTS സിസ്റ്റം തന്നിട്ട് അതിന്റെ ഔട്ട്പുട്ട് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ കൺവല്യൂഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അത് ഡിസ്ക്രീറ്റ് ടൈമിലും അതുപോലെ കണ്ടിന്യൂസ് ടൈമിലും ചോദിക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത് ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ സീരീസ് ആണ്. ഒരു ഫോറിയർ സീരീസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഫോറിയർ സീരീസ് കോഎഫിഷ്യന്റ് എന്തായിരിക്കും, അല്ലെങ്കിൽ പാർസവൽസ് തിയറം. ഫോറിയർ സീരീസ് കോഎഫിഷ്യൻസിൽ വരുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് പാർസവൽസ് തിയറം. എല്ലാ ഫ്രീക്വൻസി ഡൊമൈൻ അനാലിസിസിലും നമുക്ക് എന്ത് യൂസ് ചെയ്യാം, പാർസവൽസ് തിയറം യൂസ് ചെയ്യാം. അന്നേരം ഡിഫറെന്റ് തിയറംസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഫോറിയർ സീരീസിന്റെ ആപ്ലിക്കേഷൻസ്, അതിന്റെ പ്രോപ്പർട്ടീസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതാണ് ഇവിടുന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് കണ്ടിന്യൂസ് ടൈം ആൻഡ് ഫോറിയർ ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇത് ലാസ്റ്റ് ഇയറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സിഗ്നൽ തന്നിട്ട് e⁻j⍵0t എന്ന് പറഞ്ഞൊരു സിഗ്നൽ തന്നിട്ട് അതിന്റെ കണ്ടിന്യൂസ് ടൈം, ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ e⁻j⍵0t തന്നിട്ട് അതിന്റെ ഫ്രീക്വൻസി സ്പെക്ട്രം എന്തായിരിക്കും, അല്ലെങ്കിൽ ഇതിന്റെ ഫോറിയർ ട്രാൻസ്ഫോം എന്തായിരിക്കും എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ലാസ്റ്റ് ഇയറിൽ ചോദിച്ചത്. നമുക്കറിയാം e⁻j⍵0t ആണെങ്കിൽ അതിന്റെ ഫോറിയർ ട്രാൻസ്ഫോം എന്തായിരിക്കും, ഡെൽ ഓഫ് ഒമേഗ മൈനസ് ω0 ആയിരിക്കും. ഓക്കെ, അന്നേരം ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ലാസ്റ്റ് ഇയറിൽ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും അതുപോലെ ഫോറിയർ ട്രാൻസ്ഫോമിന്റെ പ്രോപ്പർട്ടി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ആണ് ഈ ഏരിയയിൽ ചോദിക്കാറുള്ളത്. നെക്സ്റ്റ് ഇസഡ് ട്രാൻസ്ഫോം ആണ്. ഇസഡ് ട്രാൻസ്ഫോമിൽ നിന്ന് ലാസ്റ്റ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻ, രണ്ട് സിഗ്നൽ തന്നിട്ട് x1 അതുപോലെ x2 തന്നിട്ട് അവര് പറഞ്ഞു x2 ഈക്വൽ ടു മൈനസ് ഓഫ് x1 അല്ലെങ്കിൽ x1 ഓഫ് മൈനസ് n എന്ന് തന്നു. എന്നിട്ട് അവർ ചോദിച്ച ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ROC ഓഫ് റീജിയൻ ഓഫ് കൺവേർജൻസ് ഓഫ് x1 ആൻഡ് x2. ആ ക്വസ്റ്റ്യൻ ആയിരുന്നു ലാസ്റ്റിൽ ചോദിച്ചത്. ഓക്കെ, അന്നേരം വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. x2 ROC x1 ROC എന്തായിരിക്കും, ഇൻവേർഷൻ ആയിരിക്കും. കാരണം ഒരിടത്ത് പോസിറ്റീവ് സൈഡൽ സിഗ്നൽ ആണെങ്കിൽ ഒരിടത്ത് എന്തായിരിക്കും, നെഗറ്റീവ് സൈഡൽ സിഗ്നൽ ആയിരിക്കും. നെക്സ്റ്റ് വന്നിരിക്കുന്ന പോർഷൻ ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം ആണ്, DFT ആണ്. നമുക്കറിയാം ഒരു ഡിസ്ക്രീറ്റ് ടൈപ്പ് ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാല് ഡിസ്ക്രീറ്റ് റെപ്രസെന്റേഷൻ ഓഫ് ഫോറിയർ ട്രാൻസ്ഫോം ആണ്. അന്നേരം ആ ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോമിൽ നമുക്കറിയാം ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, കണ്ടിന്യൂസ് ആണ്. അന്നേരം ടൈമും അതുപോലെ ഫ്രീക്വൻസിയും ഡിസ്ക്രീറ്റ് ആണെങ്കിൽ ആ ട്രാൻസ്ഫോമിനെ നമുക്ക് എന്ത് പറയാം, ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയാം. അന്നേരം DFTയുടെ ആപ്ലിക്കേഷൻ ഒരു പീരിയോഡിക് സിഗ്നൽസിലാണ് നമ്മൾ DFT അപ്ലൈ ചെയ്യുന്നത്. അന്നേരം DFTയുടെ ആപ്ലിക്കേഷൻ, അതിന്റെ ടിഡിൽ ഫാക്ടർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഇൻവേഴ്സ് DFT അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഏരിയയിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫാസ്റ്റ് ഫോറിയർ ട്രാൻസ്ഫോം ആണ്. നമ്മളൊരു DFTയിൽ നമ്പർ ഓഫ് മൾട്ടിപ്ലിക്കേഷനും അഡിഷന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഫാസ്റ്റ് ഫോറിയർ ട്രാൻസ്ഫോം യൂസ് ചെയ്യുന്നത്. അന്നേരം അതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് റാഡിക്സ് 2 FFT ആണ്. അതുപോലെ കോമ്പോസിറ്റ് റാഡിക്സും ആഡ് ചെയ്തിട്ടുണ്ട്. അന്നേരം ഒരു FFTയിലുള്ള ബേസിക് അൽഗോരിതംസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇവിടെ നിന്ന് ചോദിക്കാറുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്നത് സാമ്പിളിംഗ് തിയറം ആണ്. ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽസിനെ സാമ്പിൾ ആയിട്ട് കൺവേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ സാമ്പിൾസിൽ നിന്ന് അതിന്റെ കണ്ടിന്യൂസ് ടൈം സിഗ്നൽസിനെ റീകൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ സാമ്പിൾ ഫ്രീക്വൻസി മിനിമം എന്തായിരിക്കണം, 2 times മാക്സിമം ഫ്രീക്വൻസി ഓഫ് ദ ഇൻപുട്ട് സിഗ്നൽ ആയിരിക്കണം. ഓക്കെ, അന്നേരം സാമ്പിളിംഗ് തിയറം അതാണ്. അന്നേരം സാമ്പിളിംഗ് തിയറം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അല്ലെങ്കിൽ ഒരു ഇൻപുട്ട് സിഗ്നൽ തന്നിട്ട് അതിന്റെ സാമ്പിളിംഗ് ഫ്രീക്വൻസി എന്തായിരിക്കും, അല്ലെങ്കിൽ നൈക്വസ് ഫ്രീക്വൻസി എന്തായിരിക്കും, FS ഈക്വൽ ടു 2FM, ഡബിൾ ഓഫ് ദ മാക്സിമം ഫ്രീക്വൻസി അല്ലെങ്കിൽ
ഡബിൾ ഓഫ് ദ ബാൻഡ് വിഡ്ത്ത് ഓഫ് ദ ഇൻപുട്ട് സിഗ്നൽ ആണ് എന്ത്, നൈക്വസ്റ്റ് ഫ്രീക്വൻസി. അത്ര ഒരു സിഗ്നൽ തന്നിട്ട് നൈക്വസ്റ്റ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഈ ഏരിയയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. നെക്സ്റ്റ് റിയലൈസേഷൻ ഓഫ് ഫിൽറ്റേഴ്സ് ആണ്. റിയലൈസേഷൻ ഓഫ് IIR ആൻഡ് FIR ഫിൽറ്റർ. അതിൽ തന്നെ പാരലൽ ആൻഡ് കാസ്കേഡ് സ്ട്രക്ചർ ഉണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിയലൈസേഷൻസ് ഉണ്ട്. ലീനിയർ ഫേസ് റിയലൈസേഷൻ, അതുപോലെ ഡയറക്റ്റ് ഫോം, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയറക്റ്റ് ഫോം റിയലൈസേഷൻസ്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇവിടുന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഗ്രൂപ്പ് ഡിലേ ആൻഡ് ഫേസ് ഡിലേ. ഒരു ഫ്രീക്വൻസി റെസ്പോൺസ് തന്നാല് അതിന്റെ ഗ്രൂപ്പ് ഡിലേയും അതുപോലെ ഫേസ് ഡിലേയും ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. തീറ്റ ഓഫ് ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗ അല്ലെങ്കിൽ ഡി തീറ്റ ഓഫ് ഒമേഗ ബൈ ഡി ഒമേഗ. അതിന്റെ ഫേസ് റെപ്രസെന്റേഷൻ അറിയാമെങ്കിൽ അല്ലെങ്കിൽ ഫേസ് റെസ്പോൺസ് അറിയാമെങ്കിൽ അത് ആ ഫേസ് റെസ്പോൺസിൽ നിന്ന് ഗ്രൂപ്പ് ഡിലേയും ഫേസ് ഡിലേയും കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇവിടുന്ന് നോർമലി ചോദിക്കാറുള്ളത്. ഓക്കെ, നെക്സ്റ്റ് മൊഡ്യൂൾ 7 ആയിട്ട് മൊഡ്യൂൾ 6 ആയിട്ട് അവർ ആഡ് ചെയ്തിരിക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിസവും അതുപോലെ കൺട്രോൾ സിസ്റ്റംസും ആണ്. ഓക്കെ, ഇലക്ട്രോ മാഗ്നറ്റിസത്തിൽ ഫസ്റ്റ് ആഡ് ചെയ്തിരിക്കുന്നത് വെക്ടർ കാൽക്കുലസ് ആണ്. കാരണം ഇലക്ട്രോ മാഗ്നറ്റിസത്തിൽ നമ്മൾ എല്ലാ ഏരിയസിലും ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണെങ്കിലും അതുപോലെ മാഗ്നറ്റോ സ്റ്റാറ്റിക്സ് ആണെങ്കിലും അവിടെയൊക്കെ വെക്ടർ കാൽക്കുലസിന്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. therefore ഫസ്റ്റ് പോർഷൻ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിസം എന്താണ്, വെക്ടർ കാൽക്കുലസ് ആണ്. ഒരു വെക്ടർ തന്നിട്ട് അതിന്റെ ഡൈവേർജൻസ് അല്ലെങ്കിൽ അതിന്റെ കേള് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ഒരു വെക്ടർ ഇറട്രേഷണൽ ആണ് അല്ലെങ്കിൽ സോളിനോയിഡൽ ആണെങ്കിലുള്ള കണ്ടീഷൻസ്, അല്ലെങ്കിൽ ഡൈവേർജൻസിന്റെ കേളിന്റെ ആപ്ലിക്കേഷൻസ് ആയ സ്റ്റോക്സ് തിയറം അതുപോലെ ഗോസ് തിയറവും. ഓക്കെ, അതിന് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കാറുള്ളത്. ഓക്കെ, പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. ഒരു വെക്ടർ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ തന്നിട്ട് ആ ഫംഗ്ഷന്റെ ഡൈവേർജൻസ് അല്ലെങ്കിൽ കേള് കണ്ടുപിടിക്കാനുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് മാക്സ്വെൽസ് ഇക്വേഷൻസ് ആണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാക്സ്വെൽസ് ഇക്വേഷൻസ് ഉണ്ട്. ബേസിക്കലി 4 മാക്സ്വെൽസ് ഇക്വേഷൻസ് ഉണ്ട്. അത് ഇക്വേഷൻസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ ഇക്വേഷൻ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അല്ലെങ്കിൽ ഡിഫറെന്റ് മാക്സ്വെൽസ് ഇക്വേഷൻസിന്റെ ഡിഫറെന്റ് ഫോംസ്, ഡിഫറൻഷ്യൽ ഫോംസും അതുപോലെ ഇന്റഗ്രൽ ഫോംസും. നെക്സ്റ്റ് വേവ് ഇക്വേഷൻസ് ആണ്. വേവ് ഇക്വേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഒരു വേവ് ഇക്വേഷൻ തന്നിട്ട് അതിന്റെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ ആ വേവ് ഇക്വേഷൻ തന്നിട്ട് അതിന്റെ ഡിഫറെന്റ് പാരാമീറ്റേഴ്സ്, അറ്റന്വേഷൻ കോൺസ്റ്റന്റ് അതുപോലെ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ അതിന്റെ വെലോസിറ്റി ഓഫ് ദ വേവ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വേവ് ഇക്വേഷൻ എന്ന് ചോദിക്കാറുള്ളത്. നെക്സ്റ്റ് പോയിന്റിംഗ് തിയറം. ഒരു വേവ് ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു വേവ് ഇക്വേഷൻ റെപ്രസെന്റേഷൻ തന്നിട്ട് അതിന്റെ പോയിന്റിംഗ് വെക്ടർ എന്തായിരിക്കും. പോയിന്റിംഗ് വെക്ടർ എന്ന് പറഞ്ഞാൽ പവർ പെർ ഏരിയ ആണ്, അല്ലെങ്കിൽ പവർ ഡെൻസിറ്റി ആണ് പോയിന്റിംഗ് വെക്ടർ എന്ന് പറഞ്ഞാൽ E ക്രോസ് H ആയിരിക്കും. പോയിന്റിംഗ് വെക്ടർ എന്ന് പറഞ്ഞാൽ ക്രോസ് പ്രോഡക്റ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും എന്ത്, പോയിന്റിംഗ് വെക്ടർ. പോയിന്റിംഗ് വെക്ടർ അറിയാമെങ്കിൽ നമുക്ക് മാക്സിമം പവർ കണ്ടുപിടിക്കാൻ പറ്റും, ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ ഇലക്ട്രോ മാഗ്നറ്റിക് വേവും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള കൺസെപ്ഷ്യൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും പോയിന്റിംഗ് വെക്ടർ എന്ന് ചോദിക്കാറുള്ളത്. നെക്സ്റ്റ് പ്ലെയിൻ വേവ്സ് ആണ്. പ്ലെയിൻ വേവ്സിൽ നിന്ന് ഡിഫറെന്റ് മീഡിയസിലൂടെ പ്ലെയിൻ വേവ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അതിനുണ്ടാകുന്ന പ്രൊപ്പഗേഷൻ വേരിയേഷൻസ് അല്ലെങ്കിൽ റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ വോൾട്ടേജ് സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോ അല്ലെങ്കിൽ കറണ്ട് സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോ, അതിന് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, നെക്സ്റ്റ് ട്രാൻസ്മിഷൻ ലൈൻസ് ആണ്. ട്രാൻസ്മിഷൻ ലൈൻസിന്റെ ഡിഫറെന്റ് പാരാമീറ്റേഴ്സ്, ട്രാൻസ്മിഷൻ ലൈൻസിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസ് ഡിഫറെന്റ് ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ്, റിലേഷൻ ബിറ്റ്വീൻ ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസ് ആൻഡ് റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ്, അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ട്രാൻസ്മിഷൻ ലൈൻ എന്ന് ചോദിക്കാറുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഇമ്പിഡൻസ് ട്രാൻസ്ഫോർമേഷൻ. ഒരു ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ ഒരു ട്രാൻസ്മിഷൻ ലൈൻ തന്നാല് ഡിഫറെന്റ് സ്റ്റബ് മാച്ചിങ് അല്ലെങ്കിൽ ഡിഫറെന്റ് മാച്ചിങ് സർക്യൂട്ട് യൂസ് ചെയ്തിട്ട് അതിന്റെ ഇമ്പിഡൻസിനെ എങ്ങനെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാം. നമുക്കറിയാം ഒരു ട്രാൻസ്മിഷൻ ലൈൻസിൽ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ഈക്വൽ ടു ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസ് ആണെങ്കിൽ റിഫ്ലക്ഷൻ ലോ ആയിരിക്കും, മാക്സിമം പവർ എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അന്നേരം അതിന് വേണ്ടിയിട്ട് ഇമ്പിഡൻസിനെ എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാം, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇൻഡയറക്റ്റ് കൺസെപ്ഷ്യൽ ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വേവ് ഗേറ്റ്സ് ആണ്. വേവ് ഗേറ്റ്സിൽ നിന്ന് എല്ലാ തവണയും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. മിനിമം 1 to 2 ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാറുണ്ട്. മെയിൻലി പഠിക്കാനുള്ളത് റെക്ടാങ്കുലർ വേവ് ഗേറ്റ്സ് ആണ്. റെക്ടാങ്കുലർ വേവ് ഗേറ്റ്സിന്റെ ഡിഫറെന്റ് ട്രാൻസ്മിഷൻ പാരാമീറ്റേഴ്സ് ലൈക്ക് കട്ട് ഓഫ് ഫ്രീക്വൻസി, കട്ട് ഓഫ് വേവ് ലെങ്ത്, ഡിഫറൻസ് ബിറ്റ്വീൻ അല്ലെങ്കിൽ കമ്പാരിസൺ ബിറ്റ്വീൻ ഡിഫറെന്റ് ഡോമിനന്റ് മോഡ്സ്, ഡിഫറെന്റ് മോഡ്സ് ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ് ഗേറ്റ്സ് അല്ലെങ്കിൽ ഏതായിരിക്കും ഡൊമിനന്റ് മോഡ്,
കട്ട് ഓഫ് ഫ്രീക്വൻസി കുറഞ്ഞ മോഡ് ഏതായിരിക്കും, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വേവ് ഗൈഡ്സ് എന്ന് ചോദിക്കാറുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഓപ്റ്റിക്കൽ ഫൈബേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓപ്റ്റിക്കൽ ഫൈബേഴ്സിൽ നിന്ന് അവർ അക്സെപ്റ്റൻസ് ആംഗിൾ അല്ലെങ്കിൽ റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഓപ്റ്റിക്കൽ ഫൈബേഴ്സ് എന്ന് ചോദിക്കാറുള്ളത്. പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, അതിന്റെ കോർ ക്ലാഡിംഗ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ട് അതിന്റെ അക്സെപ്റ്റൻസ് ആംഗിൾ അല്ലെങ്കിൽ റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഓപ്റ്റിക്കൽ ഫൈബേഴ്സ് എന്ന് ചോദിക്കാറുള്ളത്. നെക്സ്റ്റ് ബേസിക് ആന്റിനാസ് ആണ്. ബേസിക് ആന്റിനാസിൽ ഒരു മെയിൻലി ആഡ് ചെയ്തിരിക്കുന്നത് ഡൈപോൾ ആന്റിന ആണ്. ഡൈപോൾ ആന്റിനയുടെ റേഡിയേഷൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ അതിന്റെ ഡയറക്റ്റീവ് ഗെയിൻ അല്ലെങ്കിൽ റേഡിയേഷൻ പാറ്റേൺ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആന്റിനാസ് എന്ന് ചോദിക്കാറുള്ളത്. ഓക്കെ, നെക്സ്റ്റ് കൺട്രോൾ സിസ്റ്റത്തിൽ നിന്ന് വളരെ കുറച്ച് പോർഷൻസ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, മെയിൻലി ആഡ് ചെയ്തിരിക്കുന്നത് സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ആണ്. ഒരു സിഗ്നൽ ഫ്ലോ ഗ്രാഫ് തന്നിട്ട് അതിന്റെ ഗെയിൻ ഇക്വേഷൻ യൂസിങ് മേസൺസ് ഗെയിൻ ഫോർമുല അല്ലെങ്കിൽ ഡയറക്റ്റീവ് ഷോർട്ട് കട്ട് ഫോർമുലാസ് ഉണ്ട്. ഓക്കെ, അന്നേരം അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു സിഗ്നൽ ഫ്ലോ ഗ്രാഫ് തന്നിട്ട് നമ്പർ ഓഫ് ഫോർവേഡ് പാത്ത് അല്ലെങ്കിൽ നമ്പർ ഓഫ് ലൂപ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് നോൺ ടച്ചിങ് ലൂപ്സ് ഫൈൻഡ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും സിഗ്നൽ ഫ്ലോ ഗ്രാഫിൽ നിന്ന് ചോദിക്കാറുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ട്രാൻസിയൻസ് ആൻഡ് സ്റ്റഡി സ്റ്റേറ്റ് അനാലിസിസ് ഓഫ് LTI കൺട്രോൾ സിസ്റ്റംസ്. ഒരു ടൈം ഡൊമൈൻ അനാലിസിസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ടൈം ഡൊമൈൻ അനാലിസിസിലുള്ള ഡിഫറെന്റ് പാരാമീറ്റേഴ്സ് ലൈക്ക് പീക്ക് ടൈം, റൈസ് ടൈം, അതുപോലെ പീക്ക് ഓവർഷൂട്ട്, മാക്സിമം പീക്ക് ഓവർഷൂട്ട്, അതിന്റെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അതുപോലെ പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടുന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, നെക്സ്റ്റ് റൂട്ട് ലോക്കസ് ആണ്. റൂട്ട് ലോക്കസ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രീക്വൻസി ഡൊമൈൻ റെപ്രസെന്റേഷൻ ഓഫ് എ സിസ്റ്റം ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ്. ഓക്കെ, അന്നേരം റൂട്ട് ലോക്കസിന് മെയിൻലി ചോദിക്കുന്നത് ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിട്ട് ആ റൂട്ട് ലോക്കസിന്റെ സെൻട്രോയിഡ് അല്ലെങ്കിൽ ബ്രേക്കിംഗ് പോയിന്റ് അല്ലെങ്കിൽ ബ്രേക്ക് അവേ പോയിന്റ്, നമ്പർ ഓഫ് റൂട്ട്സ് ഇൻ ദ റിയൽ ആക്സിസ് അല്ലെങ്കിൽ ഗെയിൻ മാർജിൻ അല്ലെങ്കിൽ ഫേസ് മാർജിൻ കണ്ടുപിടിക്കാൻ, അതൊക്കെ ആയിരിക്കും മെയിൻലി റൂട്ട് ലോക്കസിന് ചോദിക്കാറുള്ളത്. നെക്സ്റ്റ് ആഡ് ചെയ്തിരിക്കുന്ന പോർഷൻസ് റൌത്ത് ഹർവിറ്റ്സ് ക്രൈറ്റീരിയ ആണ്. ഒരു ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം തന്നാൽ ആ ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റത്തിന്റെ സ്റ്റെബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ഒരു ക്രൈറ്റീരിയ ആണ് റൌത്ത് ഹർവിറ്റ്സ് ക്രൈറ്റീരിയ. റൌത്ത് ടേബിൾ യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്പർ ഓഫ് പോൾസ് റൈറ്റ് ഹാൻഡ് എസ് പ്ലെയിൻ കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്പർ ഓഫ് പോൾസ് ഇമാജിനറി ആക്സിസ് കണ്ടുപിടിക്കാൻ പറ്റും. അത് ബേസ് ചെയ്തിട്ട് സിസ്റ്റത്തിന്റെ സ്റ്റെബിലിറ്റി അത് അൺസ്റ്റേബിൾ ആണോ അല്ലെങ്കിൽ സ്റ്റേബിൾ ആണോ അല്ലെങ്കിൽ മാർജിനലി സ്റ്റേബിൾ ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ സിസ്റ്റം ഗെയിന്റെ വാല്യൂ, മാക്സിമം വാല്യൂ ഓഫ് സിസ്റ്റം ഗെയിൻ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അന്നേരം റൌത്ത് ഹർവിറ്റ്സിന് സ്റ്റെബിലിറ്റി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കാറുള്ളത് മെയിൻലി. അന്നേരം ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് നമ്മൾ റൌത്ത് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യും. ആ റൌത്ത് ടേബിൾ ബേസ് ചെയ്തിട്ട് അതിന്റെ നമ്പർ ഓഫ് സൈൻ ചേഞ്ച് ബേസ് ചെയ്തിട്ട് നമുക്ക് നമ്പർ ഓഫ് പോൾസ് ഓൺ റൈറ്റ് ഹാൻഡ് സൈഡ് കണ്ടുപിടിക്കാൻ പറ്റും. അതിനനുസരിച്ച് നമുക്ക് സിസ്റ്റം സ്റ്റെബിലിറ്റി മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് പോർഷൻ ബോർഡ് ആൻഡ് നൈക്കസ് പ്ലോട്ട് ആണ്. ബോർഡ് പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ആൻഡ് ഫേസ് പ്ലോട്ട് ആൻഡ് മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് ഓഫ് സിസ്റ്റം ഗെയിൻ ആണ്. സിസ്റ്റം ഫംഗ്ഷന്റെ അല്ലെങ്കിൽ സിസ്റ്റം ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ മാഗ്നിറ്റ്യൂഡ് പ്ലോട്ടും ഫ്രീക്വൻസി പ്ലോട്ടും കൂടെ കമ്പൈൻ ചെയ്ത് കിട്ടുന്നതാണ് ബോർഡ് പ്ലോട്ട്. എന്നിട്ട് ബോർഡ് പ്ലോട്ട് തന്നിട്ട് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലുള്ള അതിന്റെ ഗെയിൻ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ സ്ലോപ്പ് അല്ലെങ്കിൽ ഫേസ് മാർജിൻ, ഗെയിൻ മാർജിൻ, സിസ്റ്റം സ്റ്റേബിൾ ആയിരിക്കുമ്പോൾ ഗെയിൻ മാർജിന്റെ ഇക്വേഷൻ, അതൊക്കെ ആയിരിക്കും മെയിൻലി ബോർഡ് പ്ലോട്ട് എന്ന് ചോദിക്കാറുള്ളത്. നെക്സ്റ്റ് നൈക്കസ് പ്ലോട്ട് ആണ്. നൈക്കസ് പ്ലോട്ടിൽ നിന്ന് നൈക്കസ് പ്ലോട്ട് തന്നിട്ട് സിസ്റ്റം സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ നമ്പർ ഓഫ് പോൾസ് റൈറ്റ് ഹാൻഡ് സൈഡ് ചോദിക്കാറുണ്ട്. നൈക്കസ് സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയന്റെ ബേസിക് സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നമ്പർ ഓഫ് പോൾസ് റൈറ്റ് ഹാൻഡ് സൈഡ് അല്ലെങ്കിൽ സിസ്റ്റം സ്റ്റേബിൾ ആണെങ്കിൽ എത്ര പോൾസ് റൈറ്റ് ഹാൻഡ് സൈഡിൽ വരണം, അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നൈക്കസ് പ്ലോട്ടിൽ നിന്ന് ചോദിക്കാറുള്ളത്. ഏറ്റവും ലാസ്റ്റ് മൊഡ്യൂളാണ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ. ഫസ്റ്റ് അവർ കമ്മ്യൂണിക്കേഷനിൽ ആഡ് ചെയ്തിരിക്കുന്നത് അനലോഗ് കമ്മ്യൂണിക്കേഷൻ ആണ്. അനലോഗ് കമ്മ്യൂണിക്കേഷനിൽ മെയിൻലി ആഡ് ചെയ്തിരിക്കുന്നത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനും അതുപോലെ ആംഗിൾ മോഡുലേഷനും ആണ്. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിൽ നിന്ന് 1 to 2 ക്വസ്റ്റ്യൻ ലാസ്റ്റ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഒരു ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷന്റെ പവർ ഓഫ് കാരിയർ തന്നിട്ട് അല്ലെങ്കിൽ ടോട്ടൽ പവർ തന്നിട്ട് മോഡുലേഷൻ ഇൻഡെക്സ് ഫൈൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ കറണ്ട് തന്നിട്ട് ഒരു മോഡുലേറ്റർ വേവിന്റെ കറണ്ട് തന്നിട്ട് മോഡുലേഷൻ ഇൻഡെക്സ് ഫൈൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ മൾട്ടി ടോൺ മോഡുലേഷന്റെ എഫക്റ്റീവ് മോഡുലേഷൻ ഇൻഡെക്സ് ഫൈൻഡ് ചെയ്യാൻ, അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കോമൺലി ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് ചോദിക്കാറുള്ളത്. ഓക്കെ, ഇനി ആംഗിൾ മോഡുലേഷനിൽ വരുന്നത്
ഫേസ് മോഡുലേഷനും അതുപോലെ ഫ്രീക്വൻസി മോഡുലേഷനുമാണ് അതിന്റെ ഇന്റർ റിലേഷൻഷിപ്പും. അതുപോലെ നാരോ ബാൻഡ് ആൻഡ് വൈഡ് ബാൻഡ് ഫ്രീക്വൻസി മോഡുലേറ്റഡ് സിഗ്നലിന്റെ ബാൻഡ് വിഡ്ത്തിന്റെ ഇക്വേഷൻ, അതുപോലെ ഫ്രീക്വൻസി സെൻസിറ്റിവിറ്റി, മാക്സിമം ഫ്രീക്വൻസി ഡീവിയേഷൻ, ഫേസ് ഡീവിയേഷൻ, ഫേസ് മോഡുലേഷന്റെ ബാൻഡ് വിഡ്ത്തിന്റെ ഇക്വേഷൻ, അതിൽ ബേസ് ചെയ്തിട്ട് പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസും അതുപോലെ സ്ട്രേറ്റ് ഫോർവേഡ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസുമാണ് ഈ ഏരിയയിൽ ചോദിക്കാറുള്ളത്. നെക്സ്റ്റ് സൂപ്പർ ഹെട്രോഡൈൻ റിസീവേഴ്സ് ആണ്. ഓക്കെ, ഒരു അനലോഗ് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്ന ഒരു റിസീവർ ആണ് എന്ത് സൂപ്പർ ഹെട്രോഡൈൻ റിസീവർ. ഇവിടുന്ന് കോമൺലി ചോദിക്കാറുള്ളത് ഇമേജ് റിജക്ഷൻ റേഷ്യോ, അല്ലെങ്കിൽ ഇമേജ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ, അല്ലെങ്കിൽ ഇമേജ് ഫ്രീക്വൻസിയുടെ മാത്തമാറ്റിക്കൽ സിമ്പിൾ പ്രോബ്ലംസ്, അല്ലെങ്കിൽ ഇമേജ് റിജക്ഷൻ റേഷ്യോയുടെ ഇക്വേഷൻസ്, അതിന്റെ പ്രോബ്ലംസ് ആണ് സൂപ്പർ ഹെട്രോഡൈൻ റിസീവേഴ്സ് എന്ന് ചോദിക്കാറുള്ളത്. അല്ലെങ്കിൽ സൂപ്പർ ഹെട്രോഡൈൻ റിസീവേഴ്സിൽ വരുന്ന ഡിഫറെന്റ് കമ്പോണൻസ്, അതിൽ ഏതെങ്കിലും ഒരു കമ്പോണൻസിന്റെ വർക്കിംഗ് അല്ലെങ്കിൽ അതിന്റെ ആപ്ലിക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കാറുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ആഡ് ചെയ്തിരിക്കുന്ന പോർഷൻ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ആണ്. സിഗ്നൽ പവർ ഡിവൈഡഡ് ബൈ നോയ്സ് പവർ. സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ബിറ്റ് എറർ പ്രോബബിലിറ്റി എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പാക്കറ്റ് എറർ പ്രോബബിലിറ്റിയെ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ കൂടിയാൽ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യും, അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും സിഗ്നൽ ടു നോയ്സ് റേഷ്യോ എന്ന് ചോദിക്കാറുള്ളത്. ഓക്കെ, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ അവർ മെയിൻലി ആഡ് ചെയ്തിരിക്കുന്നത് പൾസ് കോഡ് മോഡുലേഷൻ ആണ്. ഒരു അനലോഗ് സാമ്പിൾഡ് സിഗ്നലിനെ ഡിജിറ്റലി റെപ്രസെന്റ് ചെയ്യുന്ന മെത്തേഡാണ് പൾസ് കോഡ് മോഡുലേഷൻ. ഡിജിറ്റൽ സാമ്പിൾസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, റെപ്രസെന്റ് ചെയ്യും. അന്നേരം PCM പൾസ് കോഡ് മോഡുലേഷന്റെ ബാൻഡ് വിഡ്ത്തിന്റെ ഇക്വേഷൻ, മിനിമം ബാൻഡ് വിഡ്ത്തിന്റെ ഇക്വേഷൻ, അതുപോലെ മാക്സിമം ഡേറ്റ റേറ്റ്, അതിന് ഡയറക്റ്റ് ഇക്വേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. ഫൈനൽ ഇയറിലും ലാസ്റ്റ് നടത്തിയ എക്സാമിലും ഇത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഡിഫറൻഷ്യൽ പൾസ് കോഡ് മോഡുലേഷൻ ആണ്. പൾസ് കോഡ് മോഡുലേഷൻ ഒരു അഡ്വാൻസ്ഡ് ടെക്നിക്കാണ് ഡിഫറൻഷ്യൽ പൾസ് കോഡ് മോഡുലേഷൻ. അവിടെ കരിയർ ഫേസിന്റെ ആവശ്യമില്ല. ദെയർഫോർ നോൺ കൊഹറന്റ് മോഡുലേഷൻ ആണ് നമ്മൾ ഡിഫറൻഷ്യൽ പൾസ് കോഡ് മോഡുലേഷനിൽ യൂസ് ചെയ്യുന്നത്. ഡിഫറൻഷ്യൽ പൾസ് കോഡ് മോഡുലേഷന്റെ ബാൻഡ് വിഡ്ത്ത്, ഡേറ്റ റേറ്റ് ഇക്വേഷൻ, അതിന്റെ സിമ്പിൾ പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് ആണ് മെയിൻലി ചോദിക്കാറുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഡിജിറ്റൽ മോഡുലേഷൻ സ്കീംസിൽ അവർ ആഡ് ചെയ്തിരിക്കുന്നത് ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീയിങ്, അതുപോലെ ഫേസ് ആൻഡ് ഫ്രീക്വൻസി ഷിഫ്റ്റ് കീ. ഇവിടത്തെ ഒന്നുകിൽ ചോദിക്കുന്നത് അതിന്റെ ബേസിക് പാക്കറ്റ് എറർ റേറ്റിന്റെ അല്ലെങ്കിൽ ബിറ്റ് എറർ റേറ്റിന്റെ ഇക്വേഷൻ ആയിരിക്കും മെയിൻലി ചോദിക്കാറുള്ളത്. ASKയുടെയും FSKയുടെയും അതുപോലെ PSKയുടെയും ബിറ്റ് എറർ റേറ്റിന്റെ ഇക്വേഷൻ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അത് ഐഡന്റിഫൈ ചെയ്യാൻ ഏതാണ് കറക്റ്റ് ആൻസർ അല്ലെങ്കിൽ ഏതാണ് റോങ് ആൻസർ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ PSK FSK തമ്മിലുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ ഒരു വേവ് ഫോം തന്നിട്ട് അത് ഏത് മോഡുലേഷൻ ടെക്നിക് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ഷിഫ്റ്റ് കീയിങ് ഡിജിറ്റൽ മോഡുലേഷൻ ടെക്നിക്സ് ആയ ASK, PSK അതുപോലെ FSK എന്ന് ചോദിക്കാറുള്ളത്. നെക്സ്റ്റ് മാച്ച്ഡ് ഫിൽട്ടർ റിസീവർ ആണ്. ഒരു ഓപ്റ്റിമം റിസീവർ ആണ്, അല്ലെങ്കിൽ ഒരു കോറിലേഷൻ റിസീവർ എന്ന് പറയുന്നവരാണ് മാച്ച്ഡ് ഫിൽട്ടർ റിസീവർ. മാച്ച്ഡ് ഫിൽട്ടർ റിസീവറിന്റെ പ്രോപ്പർട്ടി ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അതിന്റെ ഇമ്പൾസ് റെസ്പോൺസ് എന്തായിരിക്കും, ഒരു ഇൻപുട്ട് കൊടുത്താല്, ഒരു ഇൻപുട്ട് സിഗ്നൽ XOFT കൊടുത്താല് ആ XOFTക്ക് കറസ്പോണ്ട് ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് മാച്ച്ഡ് ഫിൽട്ടർ എന്തായിരിക്കും, അല്ലെങ്കിൽ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ഓഫ് മാച്ച്ഡ് ഫിൽട്ടർ, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഓഫ് മാച്ച്ഡ് ഫിൽട്ടർ, അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും മാച്ച്ഡ് ഫിൽട്ടർ റിസീവർ എന്ന് ചോദിക്കാറുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഇൻഫർമേഷൻ തിയറി അവർ മെയിൻലി ആഡ് ചെയ്തിരിക്കുന്ന പോർഷൻ ചാനൽ കപ്പാസിറ്റി തിയറി ആണ്. ഓക്കെ, ഒരു AWGN ചാനലിന്റെ അല്ലെങ്കിൽ അഡിറ്റീവ് വൈറ്റ് ഗോഷ്യൻ നോയ്സ് ചാനലിന്റെ ചാനൽ കപ്പാസിറ്റി മാക്സിമം വാല്യൂ എന്തായിരിക്കും, ചാനൽ കപ്പാസിറ്റി ബൗണ്ടഡ് ടു എന്താണ് ഡേറ്റ റേറ്റ് ആണ്. ഡേറ്റ റേറ്റ് ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കും, ചാനൽ കപ്പാസിറ്റി ആയിരിക്കും. ആ ചാനൽ കപ്പാസിറ്റി നമുക്ക് എങ്ങനെ ഇൻക്രീസ് ചെയ്യാം, ഡിഫറെന്റ് സോഴ്സ് കോഡിംഗ് തിയറം അല്ലെങ്കിൽ എൻകോഡിംഗ് തിയറംസ് ചിലപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് ആഡ് ചെയ്തിരിക്കുന്നത് റാൻഡം സിഗ്നൽസ് ആൻഡ് നോയ്സ് ആണ്. ഡിഫറെന്റ് റാൻഡം സിഗ്നൽസ് അല്ലെങ്കിൽ റാൻഡം വേരിയബിൾസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഒരു അഡിറ്റീവ് വൈറ്റ് ഗോഷ്യൻ നോയ്സിന്റെ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ, അത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, അന്നേരം പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. അന്നേരം കണ്ടിന്യൂസ് പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ് PDF എന്ന് പറയുന്നത്. അന്നേരം പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് ആണ് മെയിൻലി ഇവിടെ നിന്ന് ചോദിക്കുന്നത്. ഓക്കെ, അന്നേരം ഇത് റാൻഡം വേരിയബിൾസ് വരുന്നതാണ്. ഡിഫറെന്റ് പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻസ് ഉണ്ട്, ഡിഫറെന്റ് ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്, ലൈക്ക് ബൈനോമിയൽ, എക്സ്പോണൻഷ്യൽ. അന്നേരം അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നിന്ന് ചോദിക്കാറുള്ളത്.
നെക്സ്റ്റ് ഓട്ടോ കോറിലേഷൻ റാൻഡം വേരിയബിൾസിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. ഒരു എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞൊരു ടൈം വേരിയിങ് സിഗ്നൽ തന്നാൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി ഇൻറ്റു എക്സ് ഓഫ് ടി പ്ലസ് ടൗ, അല്ലെങ്കിൽ ഒരു സിഗ്നല് ഒരു പർട്ടിക്കുലർ ടൈമും ഒരു ഷിഫ്റ്റഡ് ടൈമും തമ്മിൽ എന്തുമാത്രം റിലേഷൻ ഉണ്ട്, അതിനാണ് എന്തെന്ന് പറയുന്നത് ഓട്ടോ കോറിലേഷൻ ബേസ് ചെയ്തിട്ട് അതിന്റെ പ്രോപ്പർട്ടീസ്, ഓട്ടോ കോറിലേഷൻ വാല്യൂ അറ്റ് സീറോയിൽ നമുക്കറിയാം എനർജി ഓഫ് ദ സിഗ്നൽ ആയിരിക്കും. ഓട്ടോ കോറിലേഷന്റെ ഗ്രാഫിക്കൽ ഷേപ്പ് എന്തായിരിക്കും, ഓട്ടോ കോറിലേഷന്റെ ഫോറിയർ ട്രാൻസ്ഫോം എടുത്താൽ നമുക്ക് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി കിട്ടും. അന്നേരം ഓട്ടോ കോറിലേഷനും പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിയും ഒരുമിച്ച് വരുന്ന പോർഷനാണ്. ഓക്കെ, അന്നേരം ഇത് തമ്മിലുള്ള ഇന്റർ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഓട്ടോ കോറിലേഷൻ തന്നിട്ട് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ഫൈൻഡ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഇവിടുന്ന് എക്സ്പെക്ട് ചെയ്യാം. നെക്സ്റ്റ് മെഷർമെന്റ് സിസ്റ്റത്തിൽ നിന്ന് മെയിൻലി ചോദിക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ, ഫോഴ്സ് മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ്, അതുപോലെ ബേസിക്സ് ഓഫ് ഫൈബർ ഓപ്റ്റിക് കേബിൾസ്, അതിന്റെ ക്ലോറിക്ലാഡിംഗ്, അതിന്റെ കൺസ്ട്രക്ഷൻസ്, അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വേരിയേഷൻസ്, പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ് റേസ് എങ്ങനെയാണ്, അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ലൈറ്റ് ഓപ്റ്റിക്കൽ ഫൈബറിന്റെ ഇൻസൈഡ് പാസ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ലോസസ്, അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഫൈബർ ഓപ്റ്റിക്സിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ് ബയോമെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സിൽ അവർ ആഡ് ചെയ്തിരിക്കുന്നത് EEG, അതുപോലെ ECG, അതുപോലെ EMG. ഓക്കെ, അതുപോലെ ക്ലിനിക്കൽ ഇൻസ്ട്രുമെന്റ്സും അൾട്രാസോണിക് ട്രാൻസ്ഡ്യൂസേഴ്സും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ പോർഷനിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അന്നേരം ഇത്രയാണ് നമ്മുടെ PSC അസിസ്റ്റന്റ് പ്രൊഫസർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന്റെ മെയിൻ ടോപ്പിക് സിലബസ്. അന്നേരം ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓൾമോസ്റ്റ് ഓൾ കോർ സബ്ജക്ട് അവർ സിലബസിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അന്നേരം ഒരിക്കലും നമുക്ക് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഒരു നോർമൽ PSC ടെക്നിക്കൽ എക്സാംസ് നോക്കുമ്പോൾ ഇവിടുത്തെ ക്വാളിഫിക്കേഷൻ MTech ആണ്. അന്നേരം ആ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവർ എക്സാമിന് ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, അന്നേരം ഒരു നല്ലൊരു കോച്ചിങ് ഉണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഡെഡിക്കേറ്റഡ് സ്റ്റഡി ഉണ്ടെങ്കിൽ മാത്രം ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാംസ് ആണ് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അന്നേരം മിക്കവാറും എല്ലാ കോർ സബ്ജക്റ്റ് ആണ്, മെയിൻലി എല്ലാ ടോപ്പിക്സും ആഡ് ചെയ്തിട്ടുണ്ട്. വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ്. ഓക്കെ, അന്നേരം ഇപ്പം തന്നെ നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഈസി ആയിട്ട് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. അത്രയും പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് ഡീപ്പായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ആ എക്സാം അറ്റ്മോസ്ഫിയറിൽ ഒരു 75 മിനിറ്റിൽ 100 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം കുറെ ക്വസ്റ്റ്യൻസ് ഡീപ്പ് കൺസെപ്റ്റ് ആവശ്യമുണ്ട്. ഒരിക്കലും നമുക്കൊരു ഡെഡിക്കേറ്റഡ് സ്റ്റഡി ഇല്ലാണ്ട്, അല്ലെങ്കിൽ ഒരു ഇന്റൻസീവ് കോച്ചിങ് ഇല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലിയർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു എക്സാംസ് ആണ് അസിസ്റ്റന്റ് പ്രൊഫസർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. കുറെ നാളുകൾക്ക് ശേഷം എല്ലാവരും എക്സ്പെക്ട് ചെയ്ത ഒരു എക്സാം ആണ്. ഓക്കെ, വളരെയധികം ഉദ്യോഗാർത്ഥികൾ MTech കഴിഞ്ഞ ഗ്രാജുവേറ്റ്സ് വളരെയധികം എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു എക്സാം ആണ്. ഓക്കെ, അതുകൊണ്ട് കോമ്പറ്റീഷൻ വളരെ വലുതാണ്. നല്ല കോമ്പറ്റീഷൻ ഉള്ള ഒരു എക്സാം ആണ്. ഓക്കെ, അന്നേരം അസിസ്റ്റന്റ് പ്രൊഫസർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബേസ് ചെയ്തിട്ട് ഏണസ്റ്റ് അക്കാഡമി ഒരു ഇന്റൻസീവ് ക്ലാസ് കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഹൈലി ക്വാളിഫൈഡ് എക്സ്പീരിയൻസ്ഡ് ടീച്ചേഴ്സ് ആണ് ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അന്നേരം ആ ക്ലാസ്സിൽ നമ്മൾ എല്ലാ ടോപ്പിക്സും, എല്ലാ സിലബസിലുള്ള ഈച്ച് ആൻഡ് എവറി ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൽ ഓരോ ടോപ്പിക്കിലെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ PSC ക്വസ്റ്റ്യൻസും, അതുപോലെ ടെക്നിക്കൽ എക്സാംസ് ആയ ബാർക്ക് ISRO ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, അതുപോലെ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള എല്ലാ ഗേറ്റ് എക്സാംസിന്റെ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കാരണം ഗേറ്റ് എക്സാം ലെവൽസിൽ അല്ലെങ്കിൽ മിനിമം ISRO ലെവൽസിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻസിന് മാത്രമായിരിക്കും ഒരു 75% ക്വസ്റ്റ്യൻ എങ്കിലും എന്ത് ചെയ്യാൻ പറ്റുന്നത്, അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അന്നേരം എന്ത് ഹെൽപ്പിനും നിങ്ങൾ ഏണസ്റ്റ് അക്കാഡമിയെ സമീപിക്കാം. അവിടെ തന്നെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കോൺടാക്ട് നമ്പർ ഇവിടെ വീഡിയോയുടെ താഴെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡെമോ വീഡിയോസിന്റെ ആവശ്യമുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അന്നേരം ഓൾ ദ ബെസ്റ്റ് ടു ഓൾ ദ കാൻഡിഡേറ്റ്സ് ദോസ് ഹു ആർ ഗോയിങ് ടു റൈറ്റ് ദിസ് എക്സാം. ഓക്കെ, അന്നേരം വളരെ നല്ലൊരു സുവർണ അവസരമാണ് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.